അപ്പോൾ ഗൈസ് ഹലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക്കിൻ്റെ ഏരിയാസൊക്കെ ഇന്നലെ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി കുറച്ച് പേര് ചോദിച്ചത് ഗുഡ് ഏരിയ ആണ്. ഗുഡ് ചോദിച്ചിട്ടുണ്ട്, റിവാലുവേഷൻ, റിയലൈസേഷൻ അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഗുഡ് ഏരിയ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിന് മുമ്പ് ബേസ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആണെങ്കിൽ പിന്നെ നിങ്ങൾക്കുള്ളത് അഡ്മിഷൻ അല്ലേ. അഡ്മിഷൻ നിങ്ങൾക്കുള്ള മറ്റൊരു ഏരിയ ആണ് എന്ത്, അഡ്മിഷൻ ഓഫ് പാർട്ട്ണർ. പിന്നുള്ളത് എന്താ, റിട്ടയർമെൻ്റ് ഉണ്ട് അല്ലെ. റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് രണ്ടൊറ്റ ചാപ്റ്റർ ആയിട്ട് ഞങ്ങൾക്കുള്ളത് അല്ലേ. റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് ഉണ്ട്. പിന്നെ അവസാനം എന്തുണ്ട്, ഡിസൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, ഇത്രയും ചാപ്റ്ററാണുള്ളത്. ഓക്കെ, അതിലെല്ലാം തൽക്കാലത്തേക്ക് എക്സാം ജസ്റ്റ് മോഡൽ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചോദിച്ചത് ഗുഡ് ഓക്കെ, ഗുഡ് കാര്യമാണ് ചോദിച്ചത്. ഓക്കെ, ഈ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് ഗുഡ് കാണാൻ പറ്റും അല്ല. ഈ എല്ലാ 3 ചാപ്റ്റേഴ്സ്, ഈ 3 യൂണിറ്റിലായി നിങ്ങൾക്ക് എന്തുണ്ട്, ഗുഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ശരിക്കും ഗുഡ് എന്ന് പറഞ്ഞാൽ, ഓക്കെ ഇവിടെ ഞാൻ ഫസ്റ്റ് തന്നെ ഡെഫിനേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾ വായിച്ചോ. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയൊക്കെ കണ്ട ഡെഫിനേഷൻ തന്നെയാണ്. ഓക്കെ, പക്ഷേ എങ്കിൽ ശരിക്കും ഡെഫിനേഷന് പുറമെ എന്താണ് ഗുഡ് എന്നുള്ളത്. ഓക്കെ, ഓക്കെ, എന്താണ് ഗുഡ് അതായത് നിങ്ങൾക്ക് ചില ആൾക്ക് അറിയായിരിക്കും. അതായത് നമ്മൾ പറയും ഒരു ഷോപ്പിൻ്റെ റെപ്യൂട്ടേഷൻ എന്നൊക്കെയാണ് ഡെഫിനേഷനിൽ പറയുന്നത്. ഓക്കെ, റെപ്യൂട്ടേഷൻ. ശരിക്കും ഈ റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ സാധനം കൊണ്ട് അക്കൗണ്ടൻസിന് എന്താ കാര്യം? ഓക്കെ അല്ലേ, റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ സാധനം കൊണ്ട് അക്കൗണ്ടൻസിന് എന്താ കാര്യം എന്നുള്ളതാണ്. അതായത് നമുക്കിപ്പോൾ ഒരു ബിസിനസ് ഉണ്ട് എന്ന് വിചാരിച്ചു. ഓക്കെ, നിങ്ങൾക്ക് ഏതൊരു നാട്ടിൽ നോക്കി ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സാധനമാണ് നഗതി എന്ന് പറയുന്ന സാധനം. ഓക്കെ, നഗതി എന്ന് പറഞ്ഞ സാധനത്തിന് ഒരു റെപ്യൂട്ടേഷൻ ഉണ്ട്. ആ റെപ്യൂട്ടേഷൻ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് എന്തറിയുന്നത്, നഗതി എന്ന് പറഞ്ഞ സാധനം അറിയുന്നത്. കോഴിക്കോട് ഉള്ള കോഴിക്കോടാണ് മെയിൻലി ഉള്ളത്, വേറെ സ്ഥലത്തൊക്കെ ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ കാരണം എന്താ, അവരുണ്ടാക്കി വെച്ച റെപ്യൂട്ടേഷൻ, അതായത് ശരിക്കും പറഞ്ഞ ഒരു ബ്രാൻഡ്. ഓക്കെ, ഒരു ബ്രാൻഡ് വാല്യൂ ആയിരിക്കുന്നുണ്ട് നഗതിക്കുണ്ട്. അതിൽ ഏറ്റവും നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആപ്പിൾ എന്ന് പറഞ്ഞ കമ്പനി. ഓക്കെ, ആപ്പിൾ എന്ന് പറഞ്ഞ കമ്പനി ഓക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ സ്റ്റിൽ എന്താ പറയുക, പല നെഗറ്റീവ്സും ആപ്പിളിനെതിരെ ഉണ്ട് എന്നാണെങ്കിലും ഇപ്പോഴും ഒരു ഐഫോൺ ഇറക്കുക എന്നുള്ളതാണ് നമുക്ക് പലരും മൈൻഡിലുള്ള ഒരു ആഗ്രഹം തന്നെയാണ് ഇപ്പോഴും എന്ത്, ഐഫോൺ എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, അതേ ഏകദേശം ഇപ്പോൾ ഐഫോൺ സാംസങ്ങിൻ്റെ S25 പോലത്തെ സീരീസിനൊക്കെ സെയിം റേറ്റ് ഒക്കെ ആണെങ്കിൽ പോലും ഐഫോൺ എന്ന് പറഞ്ഞ സാധനത്തിനുള്ള സ്റ്റിൽ എന്തുണ്ട്, ഇപ്പോഴൊരു വാല്യൂ കിടക്കുന്നുണ്ട്. ഓക്കെ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുണ്ടാക്കിയെടുത്ത ഒരു ബ്രാൻഡ് വാല്യൂ ആണ്. ഓക്കെ, എത്ര നെഗറ്റീവ്സും ഇത്ര പൈസ കൊടുത്തും അതിന് മാത്രമൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും സ്റ്റിൽ ഐഫോൺ എന്നാണ് സ്റ്റിൽ ഐഫോൺ എത്രയോ ആൾക്കാർ ഇപ്പോഴും ഐഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട് ഇത് ഡ്രീമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പം അതുണ്ടാക്കിയെടുത്തൊരു ബ്രാൻഡ് വാല്യൂ ആണ്. അതിനെയാണ് ശരിക്കും ഈ റെപ്യൂട്ടേഷൻ, ഈ ബ്രാൻഡ് വാല്യൂ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഗുഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആ ഗുഡ് കൊണ്ട് അക്കൗണ്ടൻസിന് എന്താ കാര്യം എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഈ ഗുഡ് ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ പാർട്ട്ണർഷിപ്പാണ്. ഓക്കെ, നിങ്ങളിപ്പം പാർട്ട്ണർഷിപ്പ് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ എങ്കിലും ഓക്കെ, നമ്മൾ പൊതുവേ നിങ്ങൾ ഫ്യൂച്ചറിൽ അങ്ങോട്ടേക്ക് ഇപ്പോൾ CA CMA പോലത്തെ കോഴ്സൊക്കെ എടുക്കുകയാണെങ്കിലും ഈ ഗുഡ് എന്ന് പറഞ്ഞ സാധനം ഏറ്റവും കൂടുതൽ കാണുന്നൊരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്ണർഷിപ്പാണ്. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ പറയുന്ന റെപ്യൂട്ടേഷൻ, ഈ ഗുഡ് കൊണ്ട് നമുക്കൊരു ബ്രാൻഡ് വാല്യൂ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ പോലും അക്കൗണ്ടൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുന്ന സമയത്ത് ഈ ഒരു റെപ്യൂട്ടേഷൻ കാരണം അവർക്ക് നാളെ എന്തുണ്ടാകാൻ പോകുന്നുണ്ട്, ഒരു പ്രോഫിറ്റ് ഉണ്ടാകാൻ പോകുന്നുണ്ട്. അതായത് ഉറപ്പാണ്. ഇപ്പോൾ നഗതി എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു ഓഫർ തരാണ്. ഓക്കെ, ഇപ്പോൾ നഗതിൻ്റെ ഓണർ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഒരു ഓഫർ തരാണ്. നഗതി നമ്മൾ വിൽക്കാൻ വേണ്ടി, നഗതിൻ്റെ പാർട്ട്ണർ ഒക്കെ വിൽക്കുന്നില്ല, നഗതിൻ്റെ പാർട്ട്ണർ ആവാൻ താല്പര്യം ഉണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കാം. ഓക്കെ, നഗതിൻ്റെ പാർട്ട്ണർ ആവാൻ താല്പര്യം നിങ്ങളത് ചോദിക്കും. നിങ്ങൾ ധൈര്യത്തിൽ നിങ്ങൾ പാർട്ട്ണർ ആവാൻ റെഡിയാവും. കാരണം എന്താ, നഗതി എന്ന് പറഞ്ഞ സാധനത്തിൽ നിങ്ങൾക്ക് ഷുവറായിട്ടൊരു പ്രോഫിറ്റ് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. കാരണം എന്താ, അവരുണ്ടാക്കി വെച്ച റെപ്യൂട്ടേഷൻ ഉണ്ട്. അതായത് അതിനെയാണ് നമ്മൾ ഗുഡ് നിൽക്കുക. അവരുണ്ടാക്കി വെച്ചൊരു ഗുഡ് ഉണ്ട്. ആ ഗുഡ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്കൊരു പ്രോഫിറ്റ് കിട്ടും എന്നുള്ളത് എന്താണ്, ഷുവറാണ്. നിങ്ങൾക്ക് അവിടെ ഷുവർ ഉറപ്പായിട്ട് പറയാൻ പറ്റും നിങ്ങൾക്ക് എന്താണ് അവിടെ പ്രോഫിറ്റ് കിട്ടും എന്നുള്ളത്. ആ ഉറപ്പുള്ളത് നിങ്ങൾ ധൈര്യമായിട്ട് എന്ത് റെഡി ആയിരിക്കും, ഇതിൽ പാർട്ട്ണർ ആവാൻ റെഡി ആയിരിക്കും. അതൊരു ആപ്പിളിൻ്റെ കേസ് പറയുകയാണ്, അവർക്കൊരു പ്രോഫിറ്റ്, അവർക്ക് എന്തായാലും ഒരു കസ്റ്റമേഴ്സ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ അവർ ഉറപ്പാണ്. പക്ഷേ ഈ സാധനം, ഈ നെഗറ്റീവ് എന്ന് പറഞ്ഞ സാധനം പണ്ട് അവർ തുടങ്ങുന്ന സമയത്ത് അവർക്ക് ഈ സാധനം ഉണ്ടോ? ഒരിക്കലും ഇല്ല. അതായത് തുടങ്ങുന്ന സമയത്ത് ഈ ഒരു പ്രോഫിറ്റ് കിട്ടും എന്നുള്ള ഗ്യാരണ്ടി ഉണ്ടോ? അവർ തുടങ്ങിയ ആൾക്കാർക്ക് ഈ പ്രോഫിറ്റ് ഉണ്ടാവുന്നുള്ള വല്ല ഗ്യാരണ്ടിയിലാണ് അവർ തുടങ്ങിയത്? ഒരിക്കലുമല്ല. അതായത് അത് തുടങ്ങിയത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഓക്കെ, നഗതി എന്ന് പറഞ്ഞ സാധനം നിങ്ങളും 2-3 ഫ്രണ്ട്സും ഓക്കെ, നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഞാനും നിങ്ങളും കൂടിയിട്ടാണ് എന്ത് തുടങ്ങിയത്, നമ്മൾ നഗതി എന്ന് പറഞ്ഞ സാധനം തുടങ്ങിയെന്ന് വിചാരിച്ചോ. നമ്മൾ 2 പേര് കൂടിയിട്ടാണ് നഗതി തുടങ്ങിയത്. ഓക്കെ, തുടങ്ങുന്ന സമയത്ത് ഈ നഗതിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. അതായത് നഗതിയിൽ കസ്റ്റമേഴ്സ് വരുന്നില്ല, അതായത് നമുക്ക് കാര്യമായിട്ട് പ്രോഫിറ്റ് ഒന്നുമില്ല, തുടങ്ങിയ പാടൊക്കെ ഫുൾ ലോസാണ്.
ഓക്കെ, ഫുൾ ലോസാണ്, നല്ല അവസ്ഥയായിരുന്നു. പിന്നെ മെല്ലനെ നമ്മൾ നല്ല സാധനം, നല്ല ഫുഡ് കൊടുത്ത് ഉണ്ടാക്കിയെടുത്ത സാധനമാണ് എന്ത്, ആ റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിനാണ് നമ്മൾ എന്താ വിളിച്ചത്, ഗുഡ് വിൽ എന്ന് പറയുന്നത്. ഓക്കെ, അതെന്താ, നമ്മളെ 2 പേരുടെ കഷ്ടപ്പാടുകൊണ്ട് ഉണ്ടാക്കിയ സാധനമാണ് ഈ ഗുഡ് വിൽ. ഓക്കെ, നമ്മൾ 2 പേര് കഷ്ടപ്പെട്ട്, അതായത് പല സ്ട്രഗിളും ചെയ്ത് പല ലോസും അനുഭവിച്ചിട്ട് പിന്നെ സ്ട്രഗിൾ ചെയ്ത് ഉണ്ടാക്കിയെടുത്ത സാധനമാണ് എന്ത്, ഈ ഗുഡ് വിൽ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് ബിൽഡ് ചെയ്തെടുത്ത സാധനം ഇപ്പം നമുക്ക് എന്ത് ഷുവറിറ്റി ഉള്ളത്, നമുക്ക് നാളെ അടുത്ത കൊല്ലമായാലും അതിൽ നിന്നൊരു പ്രോഫിറ്റ് കിട്ടുന്നുള്ളൊരു ഉറപ്പ് ഉണ്ടാക്കിയെടുത്തത് എന്താണ്, ഈ നമ്മൾ ഉണ്ടാക്കിയെടുത്ത റെപ്യൂട്ടേഷനാണ്. അത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ നമ്മളാണ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത് ഈ റെപ്യൂട്ടേഷൻ, അപ്പോൾ നമ്മളിപ്പോൾ ഈ ബിസിനസ് വീണ്ടും ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോക്കാം, നമ്മൾ വേറൊരാൾക്ക് പാർട്ട്ണർ ആവാം. ഇപ്പം ഞാൻ നേരത്തെ ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞത് പാർട്ട്ണർ ആവാനുള്ള ഓപ്ഷൻ തരുവാണെങ്കിൽ ചോദിച്ച പോലെ നമ്മുടെ ബിസിനസ്സിലേക്ക് വേറൊരു പാർട്ട്ണറേയും കൂടി കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഓക്കെ, ഒരു എക്സ് എന്ന് പറഞ്ഞ പാർട്ട്ണറെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുകയാണ്. ഓക്കെ, ഈ എക്സ് എന്ന് പറഞ്ഞ പാർട്ട്ണറെ കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നാളെ മുതൽ എക്സ് ഇന്ന് നമ്മളെ പാർട്ട്ണറായി എന്ന് വിചാരിച്ചോ, എക്സ് ഇന്ന് നമ്മളെ പാർട്ട്ണറായി എന്ന് വിചാരിക്കാൻ ആയി. ഓക്കെ, നാളെ മുതൽ, അതായത് നമ്മൾ പാർട്ട്ണർ ഇന്ന് ആയതിന് നാളെ മുതൽ നമ്മൾ ഈ ബിസിനസ്സിൽ ഉണ്ടാവുന്ന പ്രോഫിറ്റിൻ്റെ ഒക്കെ ഷെയർ ആർക്ക് കൊടുക്കണം, ഈ എക്സിന് കൊടുക്കണ്ടേ, അല്ലേ? അതിനാണല്ലോ എക്സ് ഇവിടെ വന്നത്. ഓക്കെ, അപ്പോൾ ഈ എക്സ് എന്ന് പറഞ്ഞാൽ നാളെ മുതൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഈ പ്രോഫിറ്റിൻ്റെ ഒക്കെ ഷെയർ കൊടുക്കണം. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഈ പ്രോഫിറ്റ് ഉണ്ടാവാൻ കാരണം എന്താണ്, നമ്മൾ ഇത്രയും കാലത്തെ കഷ്ടപ്പെടണം. ഓക്കെ, അപ്പം എക്സ് എന്ന് പറഞ്ഞാൽ അതായത് പ്രോഫിറ്റ്. ഓക്കെ, ഈ പ്രോഫിറ്റിൻ്റെ ഷെയർ എക്സിന് കിട്ടുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ച ഈ പ്രോഫിറ്റിന്, അതായത് റെപ്യൂട്ടേഷൻ കാരണമാണ് ഈ പ്രോഫിറ്റ് ഉണ്ടാവുന്നത്. അതിൻ്റെ ഷെയർ ആർക്ക് കിട്ടാണ്, ഇന്ന് ചുളൂൽ വന്ന എക്സിന് കിട്ടാണ് നാളെ മുതൽ. ഇന്ന് വെറുതെ ഒരു കഷ്ടപ്പാടില്ല, അത് ജസ്റ്റ് നമ്മൾ പാർട്ട്ണർ, അതായത് പാർട്ട്ണർ ആവാൻ വേണ്ടി ജസ്റ്റ് വരുന്നു, നമുക്ക് കുറച്ച് പൈസ തരുന്നു, എന്നിട്ട് എന്താണ് എക്സിന് ആ ഷെയർ കിട്ടാണ്. അപ്പോൾ നമ്മളങ്ങനെ വെറുതെ നാളെ നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട് ഉണ്ടാക്കി അതിൻ്റെ ഒരു ഷെയർ വെറുതെ ഇന്ന് വന്ന ഒരു എക്സിന് നമ്മൾ കൊടുക്കാൻ നിൽക്കുമോ, ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ റെപ്യൂട്ടേഷൻ അതായത് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഗുഡ് വിൽ കാരണമാണല്ലോ പ്രോഫിറ്റ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ആ പ്രോഫിറ്റിൻ്റെ ഷെയർ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോഴേ അവരിൽ നിന്ന് ഒരു പൈസ ആയിട്ട് വാങ്ങും. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി നമുക്ക് എന്തെങ്കിലും കിട്ടണ്ടേ. അപ്പം എക്സിനോട് പറയും പിന്നെ പാർട്ട്ണർ ആക്കിയൊക്കെ തരും. പക്ഷെ നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഗുഡ് വിൽ, ഒരു റെപ്യൂട്ടേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഏകദേശം കാണുന്ന വാല്യൂ 2 lakh ആണെന്ന് 2 lakh ആണ്. അപ്പോൾ 2 lakhൻ്റെ ഒരു ഷെയർ എന്ത് ചെയ്യണം, ഇനി നമുക്കിപ്പോൾ തരണം. ഓക്കെ, അതിനാണ് ശരിക്കും പാർട്ട്ണർഷിപ്പിൽ എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്, ഗുഡ് വിൽ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൊണ്ടുവരും. ഓക്കെ, അപ്പം എന്തിനാണ് ഗുഡ് വിൽ എന്ന കാര്യം മനസ്സിലായില്ലേ. ഓക്കെ, ഇതേ സാധനം നമ്മൾ അഡ്മിഷൻ, ഇപ്പം എന്നാൽ എക്സ് എന്ന് പറഞ്ഞ സാധനം അഡ്മിഷനാണ്, എക്സ് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ അഡ്മിഷനാണ്. ഇനി അതേപോലെ റിട്ടയർമെൻറ്റ് എന്ന് ആലോചിക്കുക. റിട്ടയർമെൻറ്റ് ആലോചിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളിപ്പം എന്താ പറയുക, നമ്മൾ രണ്ടാളും കൂടിയിട്ട് ഉണ്ടാക്കി, അല്ലേ, നമ്മൾ രണ്ടാളും കൂടി ബിസിനസ് ഇത്രയും വളർത്തിനകത്ത് ഇങ്ങനെ മേലെ എത്തിച്ച് ടോപ്പിൽ നിൽക്കുകയാണ്. അങ്ങനെയൊക്കെ എനിക്കൊരു പ്രശ്നം വന്നു, എനിക്ക് എന്താ പറയുക, ഓക്കെ എനിക്ക് എന്തെങ്കിലും പ്രശ്നം കാരണം എനിക്ക് ഇനി ബിസിനസ്സിൽ നിൽക്കാൻ പറ്റുന്നില്ല. ഓക്കെ, നിങ്ങളോട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നു പറയാം. അപ്പം ഞാൻ നാളെ മുതൽ പോക്കാം. ഓക്കെ, അപ്പം ഞാൻ നാളെ മുതൽ പോകുന്ന സമയത്ത് അപ്പം ഞാൻ എന്താ പറയുക, ഓക്കെ എന്താ പറയുക ബൈ എന്ന് പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് ഞാൻ എങ്ങനെ വെറുതെ പോവുക, കാരണം ഞാൻ പോയി കഴിഞ്ഞാൽ നാളെ ഇപ്പം എന്നാൽ ഈ ബിസിനസ്സിന് ഒരു 20,000 പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, ആ 20,000 പ്രോഫിറ്റ് കിട്ടാനുള്ള കാരണം എന്താ, നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ബ്രാൻഡ്, ആ റെപ്യൂട്ടേഷൻ, ആ ഗുഡ് വില്ലാണ്. ഓക്കെ, ആ ഗുഡ് വില്ലും കൂടി കാരണമാണ് എന്ത് വരുന്നത്, ഈ 20,000 എന്ന് പറഞ്ഞ പ്രോഫിറ്റ് നാളെ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ആ ഗുഡ് വിൽ ഉണ്ടാക്കാൻ വേണ്ടി ആരും കൂടി കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാനും കൂടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ പോകുന്ന സമയത്ത് ഞാൻ പോയി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പോയി കഴിഞ്ഞാൽ ഈ 20,000 മൊത്തം ആർക്ക് സ്വന്തമാണ്, നിങ്ങൾക്ക് സ്വന്തമാണ്. അപ്പോൾ എന്താ, നൈസായിട്ട് 20,000 ഒറ്റയ്ക്ക് അങ്ങ് എടുത്തിട്ട് പോകാമെന്ന് ഞാൻ സമ്മതിക്കുമോ, ഇല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഏകദേശം എന്ത് ചെയ്യും, നമ്മൾ ഇനി വരാൻ പോകുന്ന ഈ ഗുഡ് വിൽ കാരണം ഇനി വരാൻ പോകുന്ന കുറച്ച് കാലത്തെ പ്രോഫിറ്റ്, ആ പ്രോഫിറ്റിൻ്റെ ഷെയർ എനിക്ക് എന്ത് തരണം, ഇപ്പോഴേ തരണം എന്ന് ആരും, അതിൻ്റെ ഒരു ഷെയർ എനിക്ക് വേണം. ഞാനും കൂടി കഷ്ടപ്പെട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ എന്താണ്, ഇത് ഞാൻ ഉണ്ടാക്കി വെച്ച് ഈ സാധനം കൊണ്ട് ഇനിയും അങ്ങോട്ടേക്ക് നീ കുറേ പ്രോഫിറ്റ് ഉണ്ടാക്കും. അപ്പോൾ ആ പ്രോഫിറ്റിൻ്റെ ഷെയർ ആർക്ക് വേണമെന്ന് പറയും, എനിക്ക് വേണമെന്ന് ഞാൻ പറയും. ഓക്കെ, അതിൻ്റെ ഷെയർ ആര് തരേണ്ടി വരും, എനിക്ക് തരേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് റിട്ടയർമെൻറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ എന്ത് വരണം, ഗുഡ് വിൽ നോക്കണം നമ്മൾ. അതുപോലെ റിട്ടയർമെൻറ്റ് പോലെ തന്നെ വരുന്നത്, റിട്ടയർമെൻറ്റ് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം എന്നാൽ ബിസിനസ് വേണ്ടാന്ന് വെച്ചിട്ട് ഇറങ്ങിപ്പോകുന്നതാണ് എന്ത് റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത്.
അതേപോലെ തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഡെത്ത് എന്ന് പറയുന്നത്. പക്ഷെ അതെന്താണ്, നാച്ചുറലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സംഭവം ഞാൻ ബിസിനസ്സിൽ നിന്ന് പോകാന്നുള്ളത് തന്നെയാണ് അവിടെ. പക്ഷെ ഒന്ന് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നു, മറ്റേത് നാച്ചുറലി സംഭവിച്ച ഒരു കാര്യം കൊണ്ട് ഞാൻ ബിസിനസ്സിന് ഇനി ഇല്ല, അങ്ങനെ സിറ്റുവേഷൻ വരുന്നത്. അപ്പം രണ്ടിൻ്റെ കൺസെപ്റ്റ് സെയിമാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല എന്തിനാണ് ശരിക്കും ഈ ഗുഡ് വിൽ എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്നിട്ടെന്നുള്ളത്. ഓക്കെ, അപ്പം ഇനി ഇപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം നമ്മളിവിടെ പറഞ്ഞു 2 ലക്ഷമാണ് ഗുഡ് വിൽ. പക്ഷെ അത് എത്രയാണ് ഈ ഗുഡ് വിൽ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കണ്ടുപിടിക്കാൻ പറ്റണം. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞു, അതായത് നമുക്ക് ഉണ്ടാവാൻ പോകുന്ന ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ പോകുന്ന ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന പ്രോഫിറ്റാണ് ശരിക്കും എന്ന് പറഞ്ഞാൽ എന്ത്, ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴേ പാർട്ട്ണർഷിപ്പിൽ നമുക്ക് വേണ്ടുന്ന നമ്മൾ ഉണ്ടാക്കിയിട്ട് റെപ്യൂട്ടേഷൻ കൊണ്ട് ഫ്യൂച്ചറിൽ എത്ര പ്രോഫിറ്റ് ഉണ്ടാവും നമ്മൾ ഏകദേശം എസ്റ്റിമേറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഷെയർ ആർക്ക് വേണമെന്ന് പറയുന്നു, എനിക്ക് വേണമെന്ന് പറയുന്നു. ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് വേണമെന്ന് ഞാൻ പറയുന്നു. അല്ലെങ്കിൽ പുതിയ ആൾ വരുന്ന സമയത്ത് ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റിൻ്റെ ഷെയർ പുതിയ ആൾക്കും കൂടി കിട്ടും. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പ്രോഫിറ്റിൻ്റെ ഷെയർ പുതിയ ആൾക്കും കൂടി കൊടുക്കേണ്ടി വരുന്നുണ്ട്. അയാളോട് എന്ത് തരണം എന്ന് പറയും, ആ ഷെയറിൻ്റെ ഒരു പോർഷൻ നമുക്ക് ഇങ്ങോട്ടേക്ക് തരണം എന്നുള്ള രീതിയിൽ അയാളോട് പറയുന്നു. അതാണ് ശരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ ശരിക്കും ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണെന്ന് പറയാം, ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റിനാണ് നമുക്ക് എന്ത് വിളിക്കാം, ഗുഡ് വിൽ എന്ന് വിളിക്കാം. ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റാണ് ഗുഡ് വിൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഗുഡ് വിൽ കാൽക്കുലേഷൻ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ. മെയിനിൽ എന്താ പറയുക, 4 മെത്തേഡ്സാണ് ഗുഡ് വില്ലിൻ്റെ കേസിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ മെത്തേഡൊക്കെ ഉണ്ടാവാനുള്ള കാരണം എന്താ, ആവറേജ് പ്രോഫിറ്റ്, വെയ്റ്റഡ് ആവറേജ്, സൂപ്പർ നോർമൽ പ്രോഫിറ്റ്, അതായത് പ്രോഫിറ്റിനെ പല രീതിയിൽ നമ്മൾ ചിന്തിച്ചിട്ട് കണ്ടുപിടിക്കുന്ന പരിപാടിയാണ് എന്ത്, ഗുഡ് വിൽ എന്ന് പറയുന്നത്. അതായത് കുറേ കാലത്തെ പ്രോഫിറ്റിൻ്റെ ആവറേജ് എടുക്കുന്നു, അല്ലെങ്കിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് വെച്ചിട്ട് കണ്ടുപിടിക്കും. അങ്ങനെ പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഗുഡ് വില്ലിന്. കാരണം എന്തെങ്കിലും വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പുതിയ വരുന്ന ആളടുത്ത് നിന്ന് ഇതിൻ്റെ ഷെയർ വാങ്ങാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പോകുന്ന ആൾക്ക് ഇതിന് ഷെയർ കൊടുക്കാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റണം, ഇതിനൊരു വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റണം. ഓക്കെ, അപ്പം വാല്യൂ കണ്ടുപിടിക്കാൻ എന്തെങ്കിലുമൊക്കെ മെത്തേഡ് ഉണ്ട്. അങ്ങനെ എന്തുണ്ട്, 4 രീതിയിൽ മെത്തേഡ്സ് ഉണ്ട്. അതിന് മുമ്പ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ശരിക്കും, അതായത് ഓക്കെ ഗുഡ് വിൽ ഇതൊക്കെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ. ഓക്കെ, ഇങ്ങനെ 4 മെത്തേഡ് കൂടിയാണ് ഗുഡ് വിൽ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബാലൻസ് ഷീറ്റ് അറിയാം. ഓക്കെ, ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞ സാധനം അറിയാം. ഓക്കെ, അപ്പോൾ ഏതൊരു ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കിയാൽ, അതായത് നെറ്റ് അസറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഓക്കെ, നെറ്റ് അസറ്റ്, അതായത് ഒരു ബിസിനസ്സിന് നെറ്റ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അസറ്റിൽ നിന്ന് അവരെ ലയബിലിറ്റീസ് ഒക്കെ കുറക്കുമാണ് എന്ത് വരിക, അതിനെ നെറ്റ് അസറ്റ് എന്ന് പറയാം. ഓക്കെ, അസറ്റിൽ നിന്ന് എന്ത് ചെയ്യുക, അവരുടെ ലയബിലിറ്റീസ് എല്ലാം കുറയും. അപ്പോൾ നിങ്ങൾ ആലോചിക്കും അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും എപ്പോൾ ഈക്വൽ അല്ലേ. ഈ ലയബിലിറ്റീസ് എന്ത് ലയബിലിറ്റീസ് മാത്രമേ നോക്കൂ, ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റീസ് മാത്രം. അതായത് എന്ത് നോക്കൂല, ക്യാപിറ്റൽ നോക്കൂല. അതായത് പാർട്ട്ണറെ ഫണ്ട് നോക്കൂല, പാർട്ട്ണർ എത്ര പൈസ കൊണ്ടുവന്നത് നോക്കൂല, പാർട്ട്ണർ എത്ര പൈസ വേണമെന്ന് നോക്കാൻ നമ്മളത് എത്ര അസറ്റ് ഉണ്ട്. ആ അസറ്റിൽ നിന്ന്, അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളടുത്ത് ഒരു 20 ലക്ഷം അസറ്റ് ഉണ്ട്. ഓക്കെ, ആ 20 ലക്ഷം അസറ്റിൽ ക്യാപിറ്റൽ കുറച്ച് കഴിഞ്ഞാൽ അതായത് 15 ലക്ഷം എന്തുണ്ട്, ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ഉണ്ട്. അതായത് ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റി എത്രയുണ്ട്, 15 ലക്ഷം ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കാൻ 20 ലക്ഷത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, 15 ലക്ഷം കുറച്ച് കഴിഞ്ഞാൽ 20 ലക്ഷത്തിൽ നിന്ന് 15 ലക്ഷം എന്ത് ചെയ്യുക, കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ലക്ഷം ഉണ്ടെന്ന് പറയാം, 5 ലാഖാണ് നമ്മളെ ഈ ബിസിനസ്സിൻ്റെ നെറ്റ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബിസിനസ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, നെറ്റ് അസറ്റാണ്. ഓക്കെ, അപ്പോൾ ഈ ബിസിനസ്സിൻ്റെ നെറ്റ് അസറ്റാണ് ഈ ബിസിനസ്സിൻ്റെ വാല്യൂ എന്ന്. അപ്പോൾ 5 ലാഖാണ് ശരിക്കും ഈ ബിസിനസ്സിൻ്റെ വാല്യൂ എന്ന്. അപ്പോൾ നമ്മളൊരു ബിസിനസ് വിൽക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് വെറും 5 ലാഖ് മാത്രം, കാരണം നമ്മൾ ഈ ബിസിനസ് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അസറ്റുകളൊക്കെ നമ്മളതാണ്, ഈ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ഒക്കെ ആരതായോ, നമ്മളതായി മാറും. അപ്പം നമുക്ക് ഉണ്ടാകുന്ന ലാഭം എത്രയേ ഉള്ളൂ, 5 ലക്ഷം മാത്രമേ ലാഭമുള്ളൂ അല്ലേ. ഈ മൊത്തം അസറ്റ് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുള്ളൂ, 20 ലക്ഷം. ആയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഈ മറ്റുള്ള ലയബിലിറ്റീസിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കൊടുത്തു തീർക്കേണ്ടി വരും. അങ്ങനെ നോക്കുകയാണെങ്കിൽ കൊടുത്തു തീർക്കേണ്ടി വരുന്ന സമയത്ത് നമുക്ക് ആ ബിസിനസ്സിൽ ഉണ്ടാകുന്ന ലാഭം എത്ര, 5 ലക്ഷമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ ഈ 5 ലക്ഷം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ക്യാപിറ്റൽ തന്നെയായിരിക്കും. അധികം കൂടുതൽ ഡീപ്പായിട്ട് പോകുന്നില്ല, ജസ്റ്റ് ആലോചിച്ച് എനിക്ക് മനസ്സിലാവും. ഈ സൈഡിൽ നിന്ന് ഇതൊക്കെ ഇപ്പോഴത്തെ സൈഡ്, അതായത് ഈ ഭാഗം മൊത്തമാണ് ഇത്. ഓക്കെ, അതിൽ നിന്ന് ഈ ഭാഗം മാത്രം കുറച്ച് കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാകുന്ന ഭാഗം ഇതായിരിക്കുമല്ലോ. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ശരിക്കും നെറ്റ് അസറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ നെറ്റ് അസറ്റ് ഇവിടെ നമുക്ക് ഈ എക്സാമ്പിൾ പ്രകാരം 5 ലക്ഷമാണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഈ ബിസിനസ്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര, 5 ലക്ഷമാണ്. ഈ 5 ലക്ഷം വാല്യൂവിൽ ഈ ബിസിനസ്സിന് നമ്മൾ ഒരാൾക്ക് നമ്മൾ വിൽക്കാൻ പോക്കാം, ഒരാൾക്ക് ഈ ബിസിനസ് സെയിൽ ചെയ്യാൻ പോക്കാം. അപ്പം അയാൾ 6 ലക്ഷം തരാൻ വേണ്ടി റെഡിയാണ്. ഓക്കെ, 6 ലക്ഷം തരാൻ വേണ്ടി റെഡിയാവുന്ന സമയത്ത്, അപ്പോൾ ഈ 5 ലക്ഷം വരുന്ന ഈ ബിസിനസ്സിൽ 6 ലക്ഷം കൊടുക്കാൻ വേണ്ടി ആൾക്കാർ റെഡി ആണെന്നാണെങ്കിൽ അതിനർത്ഥം എന്താ, ഈ 5 ലക്ഷത്തിൻ്റെ വാല്യൂ വരുന്ന ഈ ബിസിനസ്സിന് 6 ലക്ഷം ഒരാൾ തരാൻ റെഡിയാണ്. അതിനർത്ഥം എന്താ,
5 ലക്ഷം മാത്രം വാല്യുള്ള ഈ ബിസിനസ്സിന് 5 ലക്ഷത്തിന് മേലെ അയാൾ തരുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ അയാൾക്ക് തിരിച്ച് കിട്ടും. അതായത് ഈ ബിസിനസ് റൺ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് നല്ല അതിൽ മേലെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ അയാൾ 6 ലക്ഷം തരാൻ റെഡിയാവുന്നത്. അപ്പോൾ ശരിക്കും നോക്കുകയാണ് നമ്മൾ നെറ്റ് അസറ്റിന്ന് മേലെ തരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 1 ലക്ഷം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ നമ്മുടെ ബിസിനസ്സിൻ്റെ ഗുഡ് വില്ലാണ്. അതായത് 5 ലക്ഷം വാല്യുള്ള ബിസിനസ്സിന് 1 ലക്ഷം കൂടുതൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ 1 ലക്ഷം എന്ന് പറഞ്ഞാൽ 1 ലക്ഷം എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ബെനിഫിറ്റ് ഉണ്ടെന്ന്. ഈ ബിസിനസ്സിന്റെ വാല്യൂ ശരിക്കും കണക്കുകാരൻ നോക്കുമ്പോൾ 5 ലക്ഷം ഉള്ളൂ. പക്ഷെ അയാൾ 6 ലക്ഷം തരുന്നുണ്ടെങ്കിൽ ഈ ബിസിനസ്സിന് 1 ലക്ഷം എക്സ്ട്രാ എന്തുണ്ട്, എക്സ്ട്രാ കാണാത്തൊരു വാല്യൂ ഉണ്ട്. ആ കാണാത്ത വാല്യൂ ഞാൻ നമ്മൾ എന്ത് വിളിക്കുക, ഗുഡ് വില്ല് എന്ന് വായിക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റും എന്താണ് നെറ്റ് അസറ്റ് എന്നും ആ നെറ്റ് അസറ്റും ഗുഡ് വില്ലും തമ്മിലെ കണക്ഷൻ എങ്ങനെ മനസ്സിലാക്കാൻ ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എവിടത്തേക്ക് പോവാം, ഈ മെത്തേഡിലേക്ക് പോവാം. ഈ മെത്തേഡ് പോകുന്ന സമയത്ത് ഫസ്റ്റ് മെത്തേഡാണ് എന്ത്, ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് നമുക്ക് വേണം എന്താ, നമുക്ക് ഗുഡ് വിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ ഏകദേശം പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ഏകദേശം പ്രോഫിറ്റ് അതെന്ന് പറഞ്ഞാൽ കലാകാലത്ത് കുറേ കൊല്ലത്തെ പ്രോഫിറ്റ് ഒന്നും വെച്ചിട്ട് നോക്കാൻ പറ്റില്ല. അതായത് നമ്മൾ ഏകദേശം നമ്മൾ തീരുമാനമാക്കി ഇനി വരാൻ പോകുന്ന 3 കൊല്ലത്തെ പ്രോഫിറ്റിന്റെ ഷെയർ എനിക്ക് വേണം. ഓക്കെ, അങ്ങനെയൊക്കെ പറയാം. ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഏകദേശം പ്രോഫിറ്റിന്റെ 2 കൊല്ലത്തെ പ്രോഫിറ്റിന്റെ ഷെയർ നമുക്ക് വേണം. അങ്ങനെയൊക്കെയാണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, ഗുഡ് വില് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താ വരാൻ പോകുന്ന, അതായത് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന എത്രയും വർഷത്തെ പ്രോഫിറ്റ്, അത് അൺലിമിറ്റഡ് കുറേ വർഷത്തേക്കൊന്നും ഇപ്പോൾ നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം, ഫ്യൂച്ചർ പ്രോഫിറ്റ്, അതായത് എത്ര വർഷത്തെ ഫ്യൂച്ചർ പ്രോഫിറ്റ് എന്ന് പറയാം, അത് നമുക്ക് ഓരോരുത്തർ തീരുമാനിക്കാം. ആ നിങ്ങളെ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് പറയും, റിയാലിറ്റിയെ തീരുമാനിക്കുക. ഓക്കെ, ഫ്യൂച്ചർ ഇനി വരാൻ പോകുന്ന 2 വർഷത്തെ ഫ്യൂച്ചർ പ്രോഫിറ്റ്, അല്ലെങ്കിൽ വരാൻ പോകുന്ന 3 വർഷത്തെ ഫ്യൂച്ചർ പ്രോഫിറ്റ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക, ഗുഡ് വില് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഫസ്റ്റ് നോക്കാൻ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ കുറേ വർഷം മുമ്പ് ഉണ്ടായ പ്രോഫിറ്റിന് ഏകദേശം എന്ത് ചെയ്യും, ആവറേജ്. കാരണം ഇനി വരാൻ പോകുന്ന വർഷത്തിന്റെ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്ന ഏകദേശം എത്ര പ്രോഫിറ്റ് ഉണ്ടാവും അറിയണമല്ലോ. അപ്പം കഴിഞ്ഞ വർഷം ഉണ്ടായ പ്രോഫിറ്റ് വെച്ചിട്ട് ജസ്റ്റ് നോക്കാതെ നമ്മൾ എന്ത് ചെയ്യും, ഒന്നിൽ കൂടുതൽ വർഷത്തെ പ്രോഫിറ്റ് എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഏകദേശം കണക്ക് വെക്കും. ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പം എന്താ പറയുക, നമ്മളിപ്പോൾ 2025 ഓക്കെ, 2024 നമുക്ക് എന്തുണ്ടായിട്ടുണ്ട്, ഒരു 30,000 പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, 2023 നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 40,000 പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. 2022 എന്താ പറയുക 20,000 പ്രോഫിറ്റ് ഉണ്ടായിട്ടുള്ളൂ. 2021 50,000 പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ എന്ത് ചെയ്യാണ്, 4 വർഷത്തെ പ്രോഫിറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് നോക്കും, ഇപ്പോൾ കഴിഞ്ഞ വർഷം 30,000 ഉണ്ട്, അതിന് മുമ്പ് 40,000 ഉണ്ട്, 20,000. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഇനി അടുത്ത വർഷം എത്ര ഉണ്ടാവും എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് പറയാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ 4 വർഷത്തെ എടുത്തിട്ട് ഏകദേശം കണക്ക്, അതെന്ന് പറഞ്ഞാൽ ആവറേജ്, നമ്മൾ മാക്സിൽ സ്ഥിരതാണ്. അപ്പോൾ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതിനൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, പ്ലസ് ചെയ്യുക. അതായത് ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സം ഓഫ് ഓൾ പ്രോഫിറ്റ് ആണ്. ഓക്കെ, അതായത് എല്ലാ പ്രോഫിറ്റിൻ്റെയും സമ്മ് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യും, നമ്പർ ഓഫ് ഇയേഴ്സ് ചെയ്യും. ഓക്കെ, അത് ഇങ്ങനെ ഇക്വേഷൻ ആയിട്ട് പഠിക്കേണ്ട ആവശ്യം, നമ്മൾ കാര്യം മനസ്സിലാക്കാൻ പറ്റും. ആ ഏവറേജ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് കാര്യം മനസ്സിലാക്കി ചെയ്യേ വേണ്ടത്. അതായത് ഈ ഇക്വേഷൻ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി ഏവറേജ് കൺസെപ്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നാണെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് കമൻറ്റ് ചെയ്യല്ലേ, മെസ്സേജ് കോൺടാക്റ്റിൽ എന്ത് ചെയ്യുക, മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏവറേജ് പ്രോഫിറ്റ് എങ്ങനെയാണെന്ന് ജസ്റ്റ് എന്താ, ഇതാണ് ഇക്വേഷൻ എങ്കിൽ അത് ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, ആ കാര്യം ജസ്റ്റ് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, ഇതാണ് ഇത്രയും വർഷത്തെ എന്ത് പ്രോഫിറ്റ്. അപ്പോൾ ഇത്രയും വർഷത്തെ പ്രോഫിറ്റിന് എന്ത് ചെയ്യുക, പ്ലസ് ചെയ്യുക. അതായത് 30,000 പ്ലസ് 40,000 പ്ലസ് ചെയ്യുക, 20,000 പ്ലസ് ചെയ്യുക, 50,000 പ്ലസ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത്രയും വർഷം കൊണ്ട്, ഓക്കെ, അതായത് മൊത്തം സം ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും വർഷം കൊണ്ട് നമുക്ക് എന്ത് കിട്ടും, 1,40,000 പ്രോഫിറ്റ് കിട്ടിയതാണ്. ഓക്കെ, 1,40,000 പ്രോഫിറ്റ് എത്ര വർഷം കൊണ്ടാണ് കിട്ടിയത്, 4 വർഷം കൊണ്ട്, അല്ലെ 4 വർഷം കൊണ്ട് മൊത്തത്തിൽ കിട്ടിയിട്ടുണ്ട് 1,40,000 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആവറേജ് എന്ന് പറഞ്ഞാൽ ഇതിനെ ഡിവൈഡ് ബൈ എന്തടിക്കുക, 4 അടിക്കുക. അപ്പോൾ എന്ത് കിട്ടും, ഒരു കൊല്ലത്തെ ഏകദേശ പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അങ്ങനെ എത്ര കിട്ടും, 35,000 കിട്ടും. അപ്പോൾ 4 വർഷത്തെ കണക്ക് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു കൊല്ലം ഏകദേശം കിട്ടാൻ സാധ്യത എത്രയാണ്, 35,000 എന്ത് ഏകദേശം നമുക്ക് എന്ത് കിട്ടാൻ സാധ്യത, പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഏകദേശം പ്രോഫിറ്റ് എത്ര കിട്ടും, 35,000 പ്രോഫിറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ 35,000 പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ഇതെന്താ ഒരു കൊല്ലത്തെയാണ്. അപ്പോൾ നമ്മളെന്താ ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ട്,
ഓക്കെ, ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന എത്രയെങ്കിലും വർഷത്തെ പ്രോഫിറ്റ്. അത് ചിലപ്പോൾ നമ്മൾ പറയുന്നത് ഇനി വരാൻ പോകുന്ന 2 വർഷത്തെ പ്രോഫിറ്റ്, ഇനി വരാൻ പോകുന്ന 3 വർഷത്തെ പ്രോഫിറ്റ്. അപ്പോൾ ഞാൻ എക്സാമ്പിൾ എടുക്കുകയാണ്, ഗുഡ് വിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇനി വരാൻ പോകുന്ന 3 വർഷത്തെ പ്രോഫിറ്റ് എന്ന് വെച്ചിട്ടാണ് ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതെന്താ, 1 വർഷത്തെ പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഇതിന് ഇൻറ്റു എന്ത് ചെയ്യണം, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. 35,000 ഇൻറ്റു എന്ത് ചെയ്യണം, 3 ചെയ്യണം. ഓക്കെ, അതായത് ഇനി വരാൻ പോകുന്ന 3 വർഷം എത്ര പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പോൾ 1 വർഷം 35,000 ആണെങ്കിൽ ഇനി വരാൻ പോകുന്ന 3 വർഷം എത്ര ഉണ്ടാവും, ഇൻറ്റു 3 ചെയ്യണം. അപ്പോൾ എത്രയായിട്ട് 1,05,000 കിട്ടും. അപ്പോൾ നമ്മൾ ഗുഡ് വിൽ എത്രയാണ്, 1,05,000. ഓക്കെ, അപ്പോൾ എന്താ, നമുക്ക് കുറേ വർഷത്തേക്കുള്ള കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ഏകദേശം വെച്ചിട്ട് 2-3 വർഷത്തേക്ക്, ഇനി വരാൻ പോകുന്ന 3 വർഷത്തെ ഏകദേശം പ്രോഫിറ്റ് ഇനി വരാൻ പോകുന്ന, അതെന്താ ക്വസ്റ്റ്യനിൽ പറയും, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഗുഡ് വിൽ എങ്ങനെ കണ്ടുപിടിക്കുക, നമ്മളെ ആവറേജ് പ്രോഫിറ്റ് അല്ല, ഇത് നമ്മൾ ഇക്വേഷനിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമുക്ക് എന്താ പറയാം, ആ ബേസ് ഇയർ എന്ന് പറയാം. എത്ര ഇയറിലേക്കുള്ള ഗുഡ് വില്ലാണ് നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ ബേസ് ഇയർ കൊണ്ട് എന്ത് ചെയ്യാം, അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ അല്ലേ, അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. അങ്ങനെയാണ് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാം അല്ലേ. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. അതായത് എന്താ ക്വസ്റ്റ്യൻ, അതായത് ദി പ്രോഫിറ്റ് ഫോർ 5 years ഓഫ് എ ഫേം, അതായത് കഴിഞ്ഞ 5 വർഷത്തെ ഫേമിന്റെ പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് അവർ തന്നിട്ടുണ്ട്. 2013, 2014, 2015 അങ്ങനെ ഓരോ വർഷത്തെ പ്രോഫിറ്റ് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. അപ്പോൾ 2013 ഉണ്ടായത് 12,000 12,000 ആണ്, 12,000 ആണ്. പിന്നെ 14 18,000, 15 17,000, 2014 14,000, 2017 24,000. അങ്ങനെ കഴിഞ്ഞ 5 വർഷത്തെ പ്രോഫിറ്റിന്റെ ഡീറ്റെയിൽസ് അവർ തന്നിട്ടുണ്ട്. എന്നിട്ട് അവർ നിങ്ങളോട് എന്ത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്, ഗുഡ് വിൽ കണ്ടുപിടിക്കുക. കാൽക്കുലേറ്റ് ഗുഡ് വിൽ ഓഫ് ദി ഫേം on the basis of 3-year purchase of 5 years average. 5 വർഷത്തെ, ഓക്കെ, 5 വർഷത്തെ ആവറേജ്, അതായത് 5 വർഷത്തെ പ്രോഫിറ്റ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഏകദേശം പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, 5 വർഷത്തെ പ്രോഫിറ്റ് വെച്ചിട്ട് ഏകദേശ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനെന്ത് ചെയ്യുക, എത്ര വർഷത്തേക്ക് ഗുഡ് വിൽ കണ്ടുപിടിക്കാനാണ് ബേസ് ഇയർ എത്രയാണ് പറയുന്നത്, 3 വർഷം. അതായത് ഇനി വരാൻ പോകുന്ന 3 വർഷം എത്ര പ്രോഫിറ്റ് ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 5 വർഷം വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഏകദേശം 1 കൊല്ലം കിട്ടാനുള്ള പ്രോഫിറ്റ് കണ്ടുപിടിച്ച് വെക്കുക. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ആലോചിച്ച് വെക്കുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാം അല്ലേ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഏകദേശം 1 വർഷം കിട്ടാമെന്ന പ്രോഫിറ്റ് എത്രയാണ് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം കണ്ടുപിടിക്കണം. അതായത് ആദ്യം എന്ത് കണ്ടുപിടിക്കണം, ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം, നമ്മളെ ആവറേജ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുക, എല്ലാ വർഷത്തെ പ്രോഫിറ്റും കൂട്ടുക, എന്നിട്ട് എത്ര വർഷം ഉണ്ടോ അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി, ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അതായത് സം ഓഫ് ഓൾ, ഇക്വേഷൻ ഒന്ന് പഠിക്കാൻ. അതായത് പൊതുവെ എനിക്ക് ഇക്വേഷൻ വെച്ച് ബൈ ഹാർട്ട് പിടിക്കുന്നത് എനിക്ക് എന്താ പൊതുവെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ കാര്യം മനസ്സിലാക്കി പഠിച്ചതിന് എല്ലാം സെറ്റാണ്. പിന്നെ നമ്മൾ ഈ ഇടക്കിടക്ക് പഠിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരിക്കൽ ഒരു കാര്യം ശരിക്കും മനസ്സിലാക്കി നമ്മൾ മൈൻഡിൽ കയറ്റി വെച്ചോ, പിന്നെ സംഭവം സെറ്റാണ്. അങ്ങനെ ചെയ്യാത്തതാണ് നമ്മൾ പലരും പ്രശ്നം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, അപ്പോൾ ഈ എല്ലാ വർഷവും അതായത് എന്ത് ചെയ്യുക, 2013 എത്രയുണ്ട്, 12,000 ഉണ്ട്, 2014 18,000, 2015 17,000, പിന്നെ 2016 14,000, 2017 എത്ര 24,000. ഇതിന് ആദ്യം എന്ത് ചെയ്യുക, എല്ലാം പ്ലസ് ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്യുക, ടോട്ടൽ നമുക്ക് എത്ര ഈ 5 വർഷം കൊണ്ട് എത്ര പ്രോഫിറ്റ് ഉണ്ടായെന്ന് നോക്കാം. അപ്പോൾ 12,000 പ്ലസ് 18,000 പ്ലസ് 17,000 പ്ലസ് 14,000 പ്ലസ് എന്ത് ചെയ്യുക 24,000 ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, മൊത്തം എത്ര കിട്ടിയിട്ടുണ്ട്, 85,000 എന്നുണ്ട്. 5 വർഷം കൊണ്ട് നമുക്ക് മൊത്തം കിട്ടിയ പ്രോഫിറ്റ് എത്ര, 85,000 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു വർഷം 5 വർഷം കൊണ്ടാണ് 85,000 കിട്ടിയത്. അങ്ങനെയാണ് ഒരു വർഷം എത്ര പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. ഇത് നേരെ എന്ത് ചെയ്താൽ മതി, 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. 5 കൊണ്ട് നേരെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഒരു വർഷം കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഡിവൈഡ് ബൈ ജസ്റ്റ് എന്തടിക്കാം, 5 അടിക്കാം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം എത്ര വരുന്നുണ്ട്, ഒരു വർഷം 17,000 നമുക്ക് എന്തുണ്ട് പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ നോക്കുകയാണെങ്കിൽ ചില വർഷങ്ങൾ 12, ചില വർഷം 18, 17, 14, 24 അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വർഷം നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടാവുന്നത്, 17,000 ഏകദേശം കിട്ടാനൊരു സാധ്യത ഉണ്ട് എന്നാണ്. ഏകദേശം 17,000 കിട്ടാൻ സാധ്യത ഉണ്ട്. ഓക്കെ, 5 വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 17,000 കിട്ടാനാണ് സാധ്യത. ഓക്കെ, ഇനി നമുക്ക് എത്ര വർഷത്തേക്കാണ് വേണ്ടത്, ഇനി വരാൻ പോകുന്ന 3 വർഷത്തേക്ക് അല്ലേ. ഇനി വരാൻ പോകുന്ന 3 വർഷത്തേക്കുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഗുഡ് വിൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ 17,000 ഇൻറ്റു എന്ത് ചെയ്താൽ മതി, 3 ചെയ്താൽ മതി അല്ലെ. ഇൻറ്റു 3 ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗുഡ് വിൽ എത്രയാണെന്ന് മനസ്സിലാവും, 51,000. അതായത് നമ്മളെ ഗുഡ് വില്ലിൻ്റെ വാല്യൂ എത്രയാണെന്ന് മനസ്സിലായി,
51,000 ആണെന്ന് മനസ്സിലായി അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം, അത് സിമ്പിളാണ് സാധനം. ഓക്കെ, നമ്മൾ ഏകദേശം ഒരു വർഷം ഉണ്ടാകുന്ന പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ആവറേജ് വെച്ചിട്ട് കണ്ടുപിടിക്കുന്നു. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ആവറേജിന് എത്ര വർഷത്തേക്കുള്ള ഗുഡ് വില്ലാണ് വേണ്ടത്, 3 വർഷത്തേക്ക് വരാൻ പോകുന്ന 3 വർഷം എത്ര പ്രോഫിറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ഒരു വർഷത്തെ പ്രോഫിറ്റിന് എന്ത് ചെയ്യുക, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇനി വരാൻ പോകുന്ന 3 വർഷം എത്ര പ്രോഫിറ്റ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് എന്താവും, മനസ്സിലാവില്ലടാ. ഓക്കെ, അപ്പോൾ അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ. നല്ല സെറ്റായെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ട് അപ്പം സ്പോട്ടിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എൻ്റെ പേഴ്സണൽ കോൺടാക്റ്റ് ഉള്ളവരുണ്ട്, അല്ലെങ്കിൽ നമ്മളെ നമ്പർ വാട്സപ്പ് ഗ്രൂപ്പ് നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് എന്ത് അതിൽ മെസ്സേജ് അയച്ച് ചോദിക്കുക, അല്ലെങ്കിൽ കമൻറ്റ് അയച്ച് ചോദിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ സെറ്റാക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നാമത്തെ മെത്തേഡ് നമുക്ക് സെറ്റായി എന്ന് വിചാരിക്കണം. അപ്പോൾ എവറേജ് പ്രോഫിറ്റിൻ്റെ കേസ് ഇപ്പം അത് സെറ്റായിട്ടുണ്ടാവും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അത് ഒന്ന് ചെയ്തു നോക്കുക. അതിൻ്റെ ഫെർദർ ക്വസ്റ്റൻസ് കാര്യങ്ങൾ ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഓവർവ്യൂ പറയുന്നതുകൊണ്ട് മാത്രമാണ്. ഇനി എന്താ ഫെർദർ ക്വസ്റ്റൻസ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള നല്ല പക്ക ക്ലാസ് എന്തായാലും നമ്മൾ എന്ത് ചെയ്യും, ഓൺലൈൻ ലൈവ് സെഷനായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് എന്ത് ചെയ്യുക, അപ്പം എന്ത് ചെയ്യുക, കമൻറ്റ് അയച്ചിട്ടോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് എന്ത് ചെയ്യുക, തീർക്കാം. ഓക്കെ, നെക്സ്റ്റ് വരുന്ന മെത്തേഡാണ് ഏത്, വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പം കണ്ടുപിടിച്ചത് അതായത് ആവറേജ് പ്രോഫിറ്റ് ആണെങ്കിൽ, അതായത് സിമ്പിൾ ആവറേജ് മെത്തേഡ് നമ്മളിപ്പോൾ ശരിക്കും കണ്ടുപിടിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ആവറേജ് തന്നെയാണ്. അതായത് ഇവിടെ നമ്മൾ എന്ത് കണ്ടു, ആവറേജ് എന്ന് കണ്ടു അല്ലേ? ഇനി അതേപോലെ തന്നെ എന്താണ് ഇവിടെ ആവറേജ് ഉണ്ട്, പക്ഷേ ഈ ആവറേജിൻ്റെ പ്രത്യേകത എന്താ, വെയ്റ്റഡ് ആവറേജ് ആണ്. അതായത് വെയ്റ്റഡ് ആവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതായത് നമ്മൾ ഈ ചെയ്ത ക്വസ്റ്റനിൽ ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത് ഈ ക്വസ്റ്റ്യൻ തന്നെ നോക്കുകയാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതായത് ആദ്യം 2013, അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് 12,000 എന്ന് പറഞ്ഞ പ്രോഫിറ്റ് ഉണ്ടായത്. അതിനുശേഷം എന്നാൽ 18,000 ഉണ്ടായിട്ടുണ്ട്, 15,000 ഉണ്ടായിട്ടുണ്ട്. ലാസ്റ്റ് എന്നാൽ ഏറ്റവും ലാസ്റ്റത്തെ വർഷമാണ് 24,000 എന്ന് പറയുന്നത്. അല്ലെ, നമ്മൾ ഈ പറഞ്ഞ ഇപ്പം ലേറ്റസ്റ്റ് ഈ എക്സാമ്പിൾ നോക്കി, ഈ എക്സാം നോക്കാൻ നമ്മൾ തൊട്ട് കഴിഞ്ഞ വർഷമാണ് എത്ര ഉണ്ടായിട്ടില്ല, 30,000. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കാം, ശരിക്കും ലാസ്റ്റ് സംഭവിച്ച പ്രോഫിറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയല്ലേ കൂടുതൽ എന്ന് പറയുന്നത് അല്ലേ? അതായത് പണ്ട് കുറേ കാലം മുമ്പ് ഉണ്ടായ പ്രോഫിറ്റ് ആണോ, അല്ലെങ്കിൽ ഇപ്പം തൊട്ട് മുമ്പ് ഉണ്ടായ പ്രോഫിറ്റ് ആണോ കൂടുതൽ അത് സംഭവിക്കാൻ സാധ്യത എന്ന് പറയുന്നത്? ഇപ്പം ലാസ്റ്റ് ഉണ്ടായ പ്രോഫിറ്റ് തന്നെ ഏകദേശം അതിൻ്റെ അടുത്തുള്ള ഫിഗർ തന്നെ വരാനാണ് ഇനി അങ്ങോട്ട് കൂടുതൽ സാധ്യത എന്ന് പറയുന്നത്. അതെന്നെ സംഭവിക്കണമെന്നല്ല. അതായത് ഏറ്റവും കൂടുതൽ ചാൻസ് എന്താ, നമ്മൾ ഏറ്റവും ലാസ്റ്റ് സംഭവിച്ച പ്രോഫിറ്റ് എത്താന്നുള്ളതാണ്. അപ്പോൾ ഈ എക്സാമ്പിൾ നമ്മളിപ്പം ചെയ്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് 2017 ആണുള്ളത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് അതായത് 24,000 ഉണ്ടായിട്ടുണ്ട്. അപ്പം 2018 സംഭവിക്കാൻ സാധ്യത എന്താ, 24,000 അടുത്തുള്ളൊരു ഫിഗറാണ്. അല്ലാണ്ട് 2000 അത്രയും 5 വർഷം മുമ്പ് സംഭവിച്ച 12,000 12,000 എന്ന് പറഞ്ഞ സാധനം സംഭവിക്കാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ എന്താണ് കൂടുതൽ സാധ്യത ഏതിന് കൊടുക്കണം, 24,000 കൊടുക്കണം. 12,000 സംഭവിക്കാനുള്ള സാധ്യത എന്താണ്, വളരെ കുറവാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഈ സാധ്യതയെന്നനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആ ഇമ്പോർട്ടൻസിന് പറയുന്നതിന് വെയിറ്റ് എന്ന് പറയാം. ഓക്കെ, ആ വെയിറ്റ് കൊടുക്കുക എന്ന് പറയാം. അപ്പം നമ്മൾ എന്താ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഫേമിന് എന്തുണ്ട്, കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ പറയുന്ന രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ? ഫേം പ്രോഫിറ്റ് ഫോർ ദി ലാസ്റ്റ് 3 years ആൻഡ് റെസ്പെക്റ്റീവ് വെയ്റ്റ്സ് ആർ. ഓക്കെ, അതായത് കഴിഞ്ഞ 3 വർഷം 2019, 20, 21 ഈ വർഷത്തിലെ പ്രോഫിറ്റ് ഇവിടെ തന്നിട്ടുണ്ട്, 3 വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ആവറേജ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ഗുഡ് വിൽ കണ്ടുപിടിക്കാൻ പോകുന്നത്. എങ്ങനെ ഗുഡ് വിൽ, എത്ര വർഷത്തെ ഗുഡ് വിൽ കണ്ടുപിടിക്കണ്ടേ, 2 yearsൻ്റെ പർച്ചേസോ അല്ലേ, 2 വർഷത്തേക്കുള്ള ഗുഡ് വില്ലാണ് കണ്ടുപിടിക്കുക. അതായത് ഇനി വരാൻ പോകുന്ന 2 വർഷം എത്ര പ്രോഫിറ്റ് ഉണ്ടാവും എന്നുള്ളത് നോക്കണം. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഏകദേശം 1 വർഷം കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അതിന് ഇൻറ്റു എന്ത് ചെയ്താൽ മതി, 2 ചെയ്താൽ മാത്രം മതി. അപ്പം നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റനിൽ അതെങ്ങനെ കണ്ടുപിടിച്ചില്ലേ, നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യും, ഈ 3 വർഷത്തെ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് പ്ലസ് ചെയ്യും അല്ലേ? മൂന്നിനും ഒരേ ഇമ്പോർട്ടൻസ് ആണ്. അതായത് 3ഉം ഒരേപോലെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും, 3നെയും പ്ലസ് ചെയ്യും. ഓക്കെ, 3നെയും പ്ലസ് ചെയ്ത് എന്തെങ്കിലും 70,000 പ്ലസ് 1 lakh പ്ലസ് എന്ത് ചെയ്യും, 1,10,000 ചെയ്യും. അങ്ങനെ എന്താ മൊത്തം 2,80,000 ആണ് നമുക്ക് 3 വർഷം കൊണ്ട് കിട്ടിയിട്ടില്ലേ. അതിനെ ഡിവൈഡഡ് ബൈ നമ്മൾ എന്ത് ചെയ്യും, ഡിവൈഡഡ് ബൈ 3 ചെയ്തതിന് ഏകദേശം 1 വർഷം സംഭവിക്കാനുള്ള ചാൻസ് 93,333 എന്നുള്ള പ്രോഫിറ്റാണ് വരാൻ സാധ്യത എന്നാണ്. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ, ഈ 3 സാധനത്തിനും നമ്മൾ ഒരേപോലെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. 3നും ഒരേപോലെ ആഡ് ചെയ്ത് ജസ്റ്റ് എന്ത് ചെയ്തു, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക ചെയ്തത്. പക്ഷേങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ സംഭവിക്കാനുള്ള സാധ്യത അവസാനം സംഭവിച്ച ഈ പ്രോഫിറ്റ് അല്ലേ, അവസാനം സംഭവിച്ചിട്ടുള്ള ഈ പ്രോഫിറ്റ് സംഭവിക്കാനാണ് കൂടുതൽ സാധ്യത. അപ്പോൾ എന്താണ്, അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. ഏറ്റവും കുറവ് പ്രാധാന്യം ഏതിന് കൊടുക്കണം,
ഫസ്റ്റത്തേന് കൊടുക്കുക. അതായത് കുറേ വർഷത്തെ മുമ്പത്തേനാണ് എന്ത് ചെയ്യേണ്ടത്, ഏറ്റവും കുറവ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, വെയിറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മെത്തേഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും ഇമ്പോർട്ടൻസ് കൂടുതൽ നമ്പറും പിന്നെ എന്ത് ചെയ്യുക ഒരേപോലെ തുല്യ നമ്പർ എന്ത് ചെയ്യുക കുറച്ച് വർഷം. അപ്പോൾ ഇവിടെ എന്താ മൂന്ന് വർഷമാണുള്ളത്. അപ്പോൾ 1, 2, 3 അങ്ങനെ എടുക്കാം. ഓക്കെ, അപ്പോൾ 1, 2, 3 എടുക്കുകയാണെങ്കിൽ 3 ഏറ്റവും വലിയ സംഖ്യ. അപ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റത്തെ ഇതിനെന്ത് ചെയ്യുക, 2021 എന്ത് ചെയ്യുക 3 എന്ന് പറഞ്ഞ വെയിറ്റ് കൊടുക്കാം. 2020 2, 2019 എന്ത് ചെയ്യുക 1 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം 70,000 സംഭവിക്കാനുള്ള സാധ്യത 1 ഉള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ 1,10,000 സംഭവിക്കാനുള്ള സാധ്യത 3 ഇരട്ടി ഉണ്ട് എന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യാം, നമ്മൾ വെയിറ്റ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ വെയിറ്റ് കൊണ്ട് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് വെയിറ്റ് കൊണ്ട് അപ്പോൾ അതായത് 70,000 സംഭവിക്കാനുള്ള സാധ്യത എന്താ, ഓരോ വട്ടേ ഉള്ളൂ. ഓക്കെ, 1,00,000 സംഭവിക്കാനുള്ള സാധ്യത എന്തുണ്ട്, 2 വട്ടം ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ അതിൻ്റെ എഫക്റ്റ് എത്ര, 1,00,000 ഇൻറ്റു 2 ചെയ്യുക. അപ്പോൾ എത്ര വരും, 2,00,000 വരും. ഓക്കെ, 1,10,000 സംഭവിക്കാനുള്ള സാധ്യത എത്ര ഉണ്ട്, 3 വട്ടം ഉണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ 1,10,000 ഇൻറ്റു എന്ത് ചെയ്യുക, 3 ചെയ്യുക. അപ്പം മൊത്തം എത്ര കിട്ടാനുള്ള സാധ്യത ഉണ്ട്, 3,30,000 വരാനുള്ള സാധ്യത. അങ്ങനെ എന്ത് ചെയ്യുക, ഈ വെയിറ്റ് ഓക്കെ, അതായത് പ്രോഫിറ്റിന് എന്ത് ചെയ്യുക, പ്രോഫിറ്റിനെ ഇൻറ്റു എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് പിന്നെ ചെയ്യേണ്ടത് എന്താ, ഈ വെയിറ്റ് വെച്ചിട്ട് ഈ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ഈ ഒരു വാല്യൂ ഉണ്ടല്ലോ, ഈ വാല്യൂ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്, ആവറേജ് ഏകദേശം വരാൻ സാധ്യതയുള്ള പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ 70,000 ഇതിൻ്റെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ സം എടുക്കുക. 70,000 പ്ലസ് 2 lakh. ഓക്കെ, അത് പ്ലസ് എന്ത് ചെയ്യുക 3,30,000. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് മൊത്തം എത്ര വരും എന്ന് പറയണേ, അതായത് ഏകദേശം 6 lakh വരുന്നത്. ടോട്ടൽ മൊത്തം എത്ര കിട്ടാൻ സാധ്യത, 6 lakh കിട്ടാണ്ട്. ഓക്കെ, അത് ഡിവൈഡ് ബൈ എന്ത് ചെയ്യുക, ഈ വെയിറ്റ്, അതായത് മൊത്തം എത്ര വെയിറ്റ് ഉണ്ട്, 6 വെയിറ്റ് ഉണ്ട്. ഓക്കെ, അതായത് മൊത്തം 6 വെയിറ്റ് വെച്ചാൽ 6 വർഷത്തെ കാര്യമല്ലേ നമ്മൾ ശരിക്കും ചെയ്തത് അല്ലേ, 6 വർഷം. കാരണം എന്താ, 70,000 1 വർഷം സംഭവിക്കാനുള്ള സാധ്യതയുള്ളൂ. 1,00,000 എന്തുണ്ട്, 2 വർഷം സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. 1,10,000 എന്തുണ്ട്, 3 വർഷം സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ഒരു രീതി ചിന്തിച്ചിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താ മൊത്തം എത്ര വർഷത്തെ കാര്യമുണ്ട്, 6 വർഷത്തെ കാര്യമുണ്ട്. അപ്പോൾ അങ്ങനെ 6 വർഷം കൊണ്ട് എത്ര ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്, 6 ലക്ഷം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, അപ്പോൾ 1 വർഷം സംഭവിക്കാനുള്ള സാധ്യത എന്താ, ഈ 6 ലക്ഷം ഡിവൈഡ് ബൈ എന്ത് ചെയ്യുക, 6 ചെയ്യുക. അപ്പോൾ എന്താ 1 വർഷം സംഭവിക്കാനുള്ള സാധ്യത എത്ര, 1 ലക്ഷം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം കിട്ടാനുള്ള പ്രോഫിറ്റിന് സാധ്യത എത്ര, 1 ലക്ഷം പ്രോഫിറ്റ് 1 വർഷം ഏകദേശം കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ, 2 വർഷത്തേക്ക് ഭാവി ബേസിസ് എത്രയാണ്, ഇനി വരാൻ പോകുന്ന 2 വർഷം എത്ര പ്രോഫിറ്റ് കിട്ടുമെന്ന്. അപ്പോൾ 1 വർഷം എത്ര കിട്ടുമെന്ന് മനസ്സിലായി, 1 ലക്ഷം. അപ്പോൾ ഇനി വരാൻ പോകുന്ന 2 വർഷം എത്ര കിട്ടും, 2 ലക്ഷം കിട്ടും. അപ്പോൾ നമ്മൾ ഗുഡ് വിൽ എത്ര വരും, 2 lakh വരും. അപ്പോൾ ഇതാണ് എന്ത് വെയിറ്റഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അത് ഇത് കുറച്ചും കൂടി നല്ലതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ സംഭവിക്കാനുള്ള സാധ്യത ഏത് തന്നെയാണ്, 1,10,000 ആണ്. അപ്പോൾ 1,10,000 നമ്മൾ 3 വർഷം സംഭവിക്കാനുള്ള സാധ്യത, അതായത് നമ്മളൊരു ഏകദേശം ഒരു അസംഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പറയുന്നു, 70,000 സംഭവിക്കാനുള്ള ചാൻസ് 1 മാത്രമേ ഉള്ളൂ. പക്ഷേ 1,00,000 സംഭവിക്കാനുള്ള ചാൻസ് എത്ര ഉണ്ട്, 2 ഉണ്ട്. 1,10,000 സംഭവിക്കാൻ ചാൻസ് എത്ര ഉണ്ട്, 3 ഉണ്ട് എന്നാണ് പറയുന്നത്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ ഒരു വർഷം ഒരിക്കൽ 70,000 സംഭവിച്ചാൽ എത്രയേ വരുള്ളൂ, 70,000 വരുള്ളൂ. 1 ലക്ഷം 2 സംഭവിക്കാനും മൊത്തം എത്ര ആവും, 2 ലക്ഷം ആവും. 1,10,000 3 സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ എത്ര ആവും, മൊത്തം 3,10,000 ആവും. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ടോട്ടൽ അങ്ങനെ ഇത് മൊത്തം ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എത്ര ടോട്ടൽ വരും, 6 ലക്ഷം ടോട്ടൽ വരും. ഈ 6 ലക്ഷം ടോട്ടൽ വരുന്നത് എങ്ങനെയാണ്, ഇത് മൊത്തം നോക്കിയിട്ടാണ് അല്ലേ. അങ്ങനെ 6 വർഷത്തെ കാര്യം വെച്ചിട്ടാണ് എന്ത് പറയുന്നത്, 6 ലക്ഷം വരാൻ സാധ്യത. അങ്ങനെയാണ് 1 വർഷം എങ്ങനെ കണ്ടുപിടിക്കും, 6 ലക്ഷം ഡിവൈഡഡ് ബൈ 6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു 1 lakh എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 1 lakh ഇൻറ്റു 2 നമുക്ക് എത്ര വർഷത്തെ, ഇനി വരാൻ പോകുന്ന ഭാവിയിൽ വരാൻ പോകുന്ന 2 വർഷത്തെ പ്രോഫിറ്റാണ് നമ്മൾ ഗുഡ് വില്ലായിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പം അത് ഇൻറ്റു 2 ചെയ്യണം. അപ്പം നമുക്ക് ഗുഡ് വിൽ എത്ര കിട്ടും, 2 lakh എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് രണ്ടാമത്തെ ഒരു മെത്തേഡ്, അതായത് വെയിറ്റഡ് ആവറേജ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാം 1 വർഷം, അതായത് എല്ലാം ഒരുപോലെ നടക്കുള്ളൂ. ആദ്യത്തെ മെത്തേഡിൽ എല്ലാം ഓരോ വർഷം വെച്ചിട്ടേ നടക്കാനുള്ള സാധ്യത, എല്ലാം ഒരേപോലെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന രീതിയിൽ എല്ലാത്തിനും ജസ്റ്റ് പ്ലസ് ചെയ്യുന്നു, എന്നിട്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് ചെയ്യുന്നു. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സംഭവിക്കാനുള്ള സാധ്യത അവസാനം ഏറ്റവും തൊട്ട് മുമ്പത്തെ വർഷം സംഭവിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. പഴയ വർഷങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത എന്താ, വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആലോചിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അവർ വെയിറ്റ് കൊടുക്കും. ഏകദേശം കണക്കാണ്. ഇവിടെ 3 വർഷം ആയതുകൊണ്ട് 3 എന്നുള്ള വെയിറ്റ് എന്ത് ചെയ്തു, ഏറ്റവും വലുത് 3 എന്നുള്ള രീതിയിൽ എടുത്തു. ഇനി എന്താണ് 5 വർഷത്തെ ഉണ്ടെങ്കിൽ ഏറ്റവും വലുത് എന്തെടുക്കും, 5 ആയിട്ട് എടുക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാം, കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡിൽ എന്തെങ്കിലും പ്രശ്നം ഡൗട്ട് ഉണ്ടെന്നാണ് എന്ത് ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. കാര്യം അപ്പം എന്ത് ചെയ്യാം, അപ്പം ഒന്നും പിന്നത്തേക്കുന്ന രീതിയിൽ ഒരു മടിയും വേണ്ട, ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിച്ചോ. എന്താ പറയുക, നമുക്ക് അതായത് എന്ത് വന്നു കഴിഞ്ഞാലും ഇതൊക്കെ തന്നെ എന്തുണ്ടാവുള്ളൂ, അവസാനം ബാക്കി ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താ കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. ഓക്കെ,
അപ്പം എന്ത് ഡൗട്ടിനും എന്ത് ചെയ്യുക ചോദിക്കുക. പിന്നീട് വെച്ച് കഴിഞ്ഞാൽ എക്സാം പാളിപ്പോവും, പിന്നെന്താ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തും. ഓക്കെ അല്ലേ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ചോദിക്കുക. ഇനി ഇതേപോലെ ഇത് കുറച്ച് ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ഇത് ഫെർദറായിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുക, നമുക്ക് ആ ലൈവ് ക്ലാസ്സിൽ കൃത്യമായിട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത മെത്തേഡ് അല്ലേ? അടുത്ത മെത്തേഡ് 2 മെത്തേഡ് ഇല്ല, അതായത് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് മെത്തേഡും ക്യാപിറ്റലൈസേഷൻ മെത്തേഡും 2 മെത്തേഡാണ് നമ്മൾ ഗുഡ് വില്ല് വീണ്ടും കണ്ടുപിടിക്കാൻ പറ്റുക. ഈ സൂപ്പർ നോർമൽ പ്രോഫിറ്റും ക്യാപിറ്റലൈസേഷൻ മെത്തേഡും ശരിക്കും പറഞ്ഞാൽ ഏകദേശം എന്താണ് ഒരേപോലത്തെ സാധനം തന്നെയാണ്. അതായത് ഒരു ചിന്തിക്കുന്ന ബേസ്, അതായത് ലോജിക്കൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നാണ്. പക്ഷെ അത് 2 രീതിയിൽ ചിന്തിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. അതായത് ഇവിടെയൊക്കെ നമ്മൾ അതായത് കഴിഞ്ഞ 2 മെത്തേഡ് ചെയ്താൽ തന്നെ നമുക്ക് മുമ്പ് ഉണ്ടായ പ്രോഫിറ്റ് വെച്ചിട്ട് ഏകദേശം ഇനി എത്ര പ്രോഫിറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് കണ്ടുപിടിച്ചത്. പക്ഷേ ഈ സൂപ്പർ നോർമൽ പ്രോഫിറ്റിലായാലും ഇനി ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ഈ ബാക്കിയുള്ള 2 മെത്തേഡിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് വെച്ചിട്ടല്ല കമ്പയർ ചെയ്യുക. നമ്മളത് മാത്രം നോക്കാതെ നമ്മളെപ്പോലെ ബാക്കിയല്ല. കാരണം നമ്മൾ ഈ ഗുഡ് വിൽ എന്തെടുക്കുന്നതാണ് ഇപ്പം വരാൻ പോകുന്ന ആൾക്കാർക്ക്, അതായത് പുതിയൊരു വരാൻ പോകുന്ന ആൾക്കാർ, അതായത് ഇവിടെ ഈ 2 മെത്തേഡിൽ ഇനിയുള്ള 2 മെത്തേഡിൽ നമ്മൾ ആലോചിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലെ തന്നെയുള്ള വേറെ ആൾക്കാരുണ്ട്. ഇപ്പം നഗതിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ റഹ്മത്ത് ഹോട്ടൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ അവരെയും കാട്ടി എത്ര കൂടുതൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഈ നഗതി എന്ന് പറഞ്ഞ ഈ ഹോട്ടൽ, ഇതേപോലെ കുറേ ഹോട്ടൽ ഉണ്ടാവുമല്ലോ, ആ മറ്റുള്ള ഹോട്ടലിനെയും കാട്ടി കൂടുതലായിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ആ കൂടുതൽ കിട്ടുന്ന, അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സിമ്പിളായിട്ട് വിചാരിച്ചോ. ഓക്കെ, സിമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളെ നഗതീൻ്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലക്ഷമാണ്. ഓക്കെ, 1 ലക്ഷം, അതായത് ജസ്റ്റ് ഒരു മാസം നോക്കുകയാണെങ്കിൽ 1 ലക്ഷം വളരെ കുറവാണ് എനിക്കറിയാം. പക്ഷെ എന്നാൽ പോലും ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നഗതിൻ്റെ ഒരു മാസത്തെ പ്രോഫിറ്റ് ജസ്റ്റ് 1 ലക്ഷമാണെന്ന് വിചാരിച്ചോ. നഗതിനെ പോലത്തെ മറ്റ് ഹോട്ടൽസ് ഉണ്ടാവുമല്ലോ, മറ്റു ഹോട്ടലിൻ്റെ ഏകദേശം നോക്കുന്ന സമയത്ത് അവർക്ക് 80,000 പ്രോഫിറ്റ്. ഓക്കെ, നഗതി അല്ലാത്ത ഇതേപോലത്തെ ഹോട്ടലിലെ കേസ് നോക്കുകയാണെങ്കിൽ അവർക്ക് 80,000 പ്രോഫിറ്റ് ഉള്ളൂ. പക്ഷെ നഗതിക്ക് എത്രയുണ്ട്? 1 ലക്ഷം ഉണ്ട്. അപ്പം അവരെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് നഗതിക്ക് എത്രയുണ്ട്? 20,000 എക്സ്ട്രാ ഉണ്ട്. ആ എക്സ്ട്രാ ഉള്ള പ്രോഫിറ്റാണ് നമ്മൾ എന്ത് വിളിക്കുക? സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, സൂപ്പർ നോർമൽ പ്രോഫിറ്റ്, അതായത് നമ്മളെ ഏകദേശം പ്രോഫിറ്റ് എടുക്കുക. അതായത് ഇപ്പം ഇതെന്ന് പറഞ്ഞ സാധനം, ഇപ്പോൾ 1 ലക്ഷം എന്ന് പറഞ്ഞ സാധനം എന്താ, നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഏകദേശം കണക്കെടുക്കും. അതായത് നമ്മൾ കഴിഞ്ഞ ഒറ്റ വർഷത്തെ കണക്ക് വെച്ചിട്ടെല്ലാം നോക്കാം. അതായത് നമ്മൾ നേരത്തേക്ക് കണ്ടുപിടിച്ച പോലെ തന്നെ നമ്മൾ കുറേ മുമ്പത്തെ വർഷത്തെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഏകദേശം കണക്ക് നമ്മൾ നോക്കും. നമ്മൾ ഏകദേശ കണക്കും മറ്റുള്ളവരെ ഏകദേശ കണക്ക് വെച്ച് നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. എന്നിട്ട് അവരെയും കാട്ടി കൂടുതൽ എത്ര കിട്ടുന്നുണ്ട്, ആ കിട്ടുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുക? സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് വിളിക്കുക. എന്നിട്ട് ഈ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യും, ഇനി വരാൻ പോകുന്ന 2 വർഷത്തെ സൂപ്പർ നോർമൽ പ്രോഫിറ്റിനെയാണ് ഗുഡ് വിൽ എന്ന് വിളിക്കുക. അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന 3 വർഷത്തെ സൂപ്പർ നോർമൽ പ്രോഫിറ്റ്, അതിനെ ഗുഡ് വിൽ എന്ന് വിളിക്കും. അതായത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ എന്ത് ചെയ്യും, ബേസ് ചെയ്യലുണ്ട്. ഓക്കെ, ഇനി വരാൻ പോകുന്ന 2 വർഷം നമുക്ക് എത്ര സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാവും, ഇനി വരാൻ പോകുന്ന 3 വർഷം നമുക്ക് എത്ര സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ട്, അതിന് നമ്മൾ എന്ത് വിളിക്കുക ഇവിടെ, അതിനാണ് ഇവിടെ എന്ത് വിളിക്കുക, ഈ മെത്തേഡിൽ ഗുഡ് വിൽ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പം സംഭവം എന്താണ്, ഓരോ മെത്തേഡിൽ ഓരോരുത്തർ ചിന്തിക്കുന്ന രീതികൾക്ക് എന്ത് വരുന്നു, വ്യത്യാസം വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലടാ? ഓക്കെ, അപ്പോൾ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആണെങ്കിൽ, അപ്പോൾ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, അത് നമ്മളെ ഏകദേശം കണ്ടുപിടിക്കണം. നമ്മളെ ഏകദേശം കണ്ടുപിടിക്കാൻ കഴിയുന്ന 2 മെത്തേഡ് തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മളെ ഏകദേശം പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, അതായത് നമ്മളെ ഏകദേശം പ്രോഫിറ്റ് നമ്മൾ ഈ സൂപ്പർ നോർമൽ പ്രോഫിറ്റിൽ കണ്ടുപിടിക്കുക അധികം എന്താണ്, ആവറേജ് മെത്തേഡ് ഉപയോഗിച്ചാണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആവറേജ് മെത്തേഡ്, സിമ്പിൾ ആവറേജ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ഏകദേശം കണക്ക് വെക്കും. ഇനി പക്ഷെ നമുക്ക് എന്തും കൂടി കിട്ടണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തും കൂടി കിട്ടണം. അപ്പോൾ നമുക്ക് എന്താ, ജസ്റ്റ് എന്ത് ചെയ്യാം, ഞാൻ ഇങ്ങനെ എയറിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നോക്കാം, ഈ ഒരു ക്വസ്റ്റൻ വെച്ചിട്ട് എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ് മൊത്തം ക്യാപിറ്റൽ, അതായത് മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ 1 ലക്ഷം എന്ത് ചെയ്തിട്ടുണ്ട്, ബിസിനസ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 80%, അതൊക്കെ അവിടെ വെക്കുക. ഓക്കെ, ബാക്കി വായിക്കുക. ആവറേജ് പ്രോഫിറ്റ് ഫോർ ദ ലാസ്റ്റ് 5 years ആർ 12,000. ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ടേ വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ പ്രകാരം എന്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ആവറേജ് പ്രോഫിറ്റേ കണ്ടുപിടിക്കണം. ഡയറക്റ്റ് എന്ത് തന്നിട്ടുണ്ട്, ആവറേജ് പ്രോഫിറ്റിനെ തന്നിട്ടുണ്ട്. എത്ര? 12,000. അതായത് കഴിഞ്ഞ 5 വർഷത്തെ വെച്ച് കമ്പയർ, അതായത് അവർ ശരിക്കും ചെയ്തിട്ടുണ്ടാവും എന്താ, കഴിഞ്ഞ 5 വർഷത്തെ പ്രോഫിറ്റ് അവർ മൊത്തം എന്ത് ചെയ്തിട്ടുണ്ടാവും, പ്ലസ് ചെയ്തിട്ടുണ്ടാവും. ആ ഡിവൈഡ് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡിവൈഡഡ് ബൈ 5 അടിച്ചിട്ടുണ്ടാവും. അങ്ങനെ ചെയ്തിട്ട് അവർക്ക് എത്ര കിട്ടിയെന്നാണ് പറയുന്നത്, ഏകദേശം ഒരു 12,000 ആണ് എന്ത് കിട്ടിയിട്ടുള്ളത്,
പ്രോഫിറ്റ്. അപ്പം നമ്മളെ ബിസിനസ്സിൻ്റെ ഏകദേശം എന്താ പറയുക, ഏകദേശം പ്രോഫിറ്റ് കിട്ടാൻ ഒരു കൊല്ലം കിട്ടുന്ന പ്രോഫിറ്റ് എത്ര? 12,000 എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് എന്ത് കിട്ടണം? ഇത് വെച്ചിട്ട് കമ്പയർ ചെയ്യണം. ആര്? അതേഴ്സിൻ്റെ. ഓക്കെ, അതേഴ്സിനെ കമ്പയർ ചെയ്യണം. അതേഴ്സിനെ കമ്പയർ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എവിടെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നഗതി, അതായത് നഗതി മൊത്തം 2 കോടി. ഓക്കെ, 2 കോടി വെച്ചിട്ടാണ് നഗതി എന്ത് ചെയ്തിട്ടുള്ളത്? ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2 കോടി വെച്ചിട്ട് എന്താ പറയുക, ഇപ്പം നിങ്ങൾ അയച്ചോക്കാം 2 കോടി ബിസിനസ് അതായത് നമ്മൾ നഗതി നടത്തുന്ന 2 കോടി പൈസ ഇതിൽ കൊണ്ട് കിട്ടിയിട്ടാണ് നമ്മൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അതിൽ നിന്ന് എന്താ പറയുക, 1 ലക്ഷം റുപ്യ എന്ത് കിട്ടുന്നു? 1 ലക്ഷം എന്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? ഓക്കെ, 1 ലക്ഷം എന്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? ലാഭം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ മറ്റുള്ള ഹോട്ടൽ എടുക്കുന്ന സമയത്ത് വെറും 1 കോടി ഇട്ടവർക്കാണ് 1 കോടി ഇട്ടവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? 50,000 എന്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, അവർ 1 കോടി ഇട്ടിട്ടാണ് 50,000 കിട്ടുന്നത്. അപ്പോൾ അവർ 2 കോടി ഇട്ടിട്ട് അവർക്ക് ചിലപ്പോൾ എന്ത് കിട്ടാൻ സാധ്യതയുണ്ട്? 1 ലക്ഷം തന്നെ കിട്ടാനുള്ള സാധ്യതയില്ലേ? അപ്പോൾ എന്താണ്, നമ്മൾ ജസ്റ്റ് എന്തുമാത്രം നോക്കിയിട്ടും കാര്യമില്ല, പ്രോഫിറ്റ് മാത്രം നോക്കിയിട്ടും കാര്യമില്ല. അവർ എത്ര പൈസ കൊണ്ട് ഇട്ടിട്ടാണ് ഈ പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്നുള്ളതും കൂടി നമ്മൾ എന്ത് ചെയ്യണം? നോക്കണം അല്ലേ? എത്ര പൈസ ഇട്ടിട്ടാണ് അവർക്ക് ഈ പ്രോഫിറ്റ്. അതായത് നഗതിയിൽ നമ്മൾ ഇട്ട് 2 കോടി ഇട്ടിട്ടാണ് എന്ത് കിട്ടുന്നത്? 1 ലക്ഷം കിട്ടുന്നത്. പക്ഷേ മറ്റുള്ളവരെ നോക്കുന്ന സമയത്ത് അതിൽ ചില ആൾക്കാർ 1 കോടി ഇട്ടിട്ട് എത്ര കിട്ടുന്നുണ്ട്? 50,000 കിട്ടുന്നുണ്ട്. അപ്പോൾ 2 കോടി ഇട്ട് കഴിഞ്ഞാൽ 1 ലക്ഷം തന്നെ ആവൂലേ? അല്ലേ? 1 കോടി ഇട്ട് 50,000 കിട്ടുന്നുണ്ട്. വീണ്ടും 1 കോടിയും കൂടി അവർ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും 50,000 കിട്ടിയിട്ട് അത് എത്രയോ? 1 ലക്ഷമായി മാറൂലേ? ഓക്കെ, അപ്പം നമ്മളെന്താ ജസ്റ്റ് പ്രോഫിറ്റ് മാത്രം കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്തെങ്കിലും നോക്കണം, അവ എത്ര പൈസ ഇട്ടിട്ടാണ് ഈ പ്രോഫിറ്റ് ഉണ്ടാക്കിയെന്ന് നോക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മളിവിടെ നിങ്ങളെ ക്വസ്റ്റ്യൻ തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം 1 രൂപ ഇടുന്നാക്ക് എത്ര പൈസ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് എന്ന രീതിയിലാണ് എന്ത് തരാം? ഈ ക്വസ്റ്റ്യൻ തരാം. അതായത് 1 രൂപ, അതായത് 1 രൂപയല്ല, ഓക്കെ, 100 രൂപ ഇടുന്നാക്ക് എത്ര പൈസ തിരിച്ച് കിട്ടുന്നുണ്ട് എന്ന രീതിയിലാണ് പറയാം. ഓക്കെ, അതായത് ഇവിടെ തരും എന്താ? ഒരു റേറ്റ് ഓഫ് റിട്ടേൺ എന്നുള്ള രീതിയിൽ, അതായത് 100 രൂപ ഇടുന്നാക്ക് എത്ര പൈസ തിരിച്ച് പ്രോഫിറ്റ് കിട്ടുന്നു, റേറ്റ് ഓഫ് റിട്ടേൺ. അത് നിങ്ങൾക്ക് ഈ ക്വസ്റ്റിൽ കാണാൻ പറ്റും. റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറ്റും. അതായത് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണെന്നാണ് പറയുന്നത്? 8%. അതിനർത്ഥം എന്താ? 100 രൂപ ഇടുന്നാക്ക് എത്ര രൂപ തിരിച്ചു കിട്ടും? 8 റുപ്യ തിരിച്ചു കിട്ടും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ, അതായത് പൊതുവെ നമ്മൾ മറ്റുള്ള ബിസിനസ്, നമ്മൾ ഈ ഇൻഡസ്ട്രി, അതായത് ഈ ഹോട്ടൽ ഇൻഡസ്ട്രി, നമ്മൾ ഇത് ഹോട്ടലായിട്ട് എടുക്കാം. ഓക്കെ, ഹോട്ടലായിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ മറ്റുള്ള ഹോട്ടൽ 100 രൂപ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് എത്ര രൂപ തിരിച്ചു കിട്ടുന്നുണ്ട്? 8 രൂപ തിരിച്ചു തരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ എത്ര ഇട്ടിട്ടുണ്ട്? നമ്മളിവിടെ 1 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ സാധാരണ ഹോട്ടലിൻ്റെ രീതി പ്രകാരം 100 രൂപ ഇട്ട 8%. അപ്പം നമ്മൾ 1 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് എത്ര തിരിച്ചു കിട്ടുന്നുണ്ട് നമ്മൾ നോക്കണം. അപ്പം അങ്ങനെ നോക്കാം, 1 ലക്ഷം ഇൻറ്റു എന്തടിക്കുക? 8% ആയിരിക്കും. അപ്പോൾ സാധാരണ മറ്റുള്ളവരുടെ രീതി കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 1 ലക്ഷത്തിന് 8% നമുക്ക് ശരിക്കും എന്ത് ചെയ്യേണ്ടത്? കിട്ടേണ്ടത് അല്ലേ? അങ്ങനെ നോക്കാൻ എത്ര കിട്ടുന്നുള്ളൂ? 8,000 കിട്ടുന്നുണ്ട്. ഓക്കെ, പക്ഷെ നമുക്ക് ശരിക്കും എത്ര കിട്ടുന്നുണ്ട്? ഏകദേശം 12,000 കിട്ടുന്നുണ്ട് അല്ലേ? ഏകദേശം എത്ര കിട്ടുന്നുണ്ട്? 12,000 കിട്ടുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവരെ കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 രൂപ ഇട്ട് എത്ര കിട്ടണം? 8% കിട്ടണം എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 1 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ളവരെ കണക്ക് വെച്ചിട്ട് നോക്കുന്ന സമയത്ത് എത്ര കിട്ടുന്നുണ്ടോ? 8,000 കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ എത്ര കിട്ടുന്നുണ്ട്? 12,000 കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താ? ഇവിടെ നമ്മൾ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എത്രയാണ്? നമ്മളെ സൂപ്പർ പ്രോഫിറ്റ് എത്ര വരുന്നുണ്ട്? 12,000 മൈനസ് 8,000. അതിനർത്ഥം നമുക്ക് എത്ര എക്സ്ട്രാ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്? 4,000. മറ്റുള്ളവരെ നോക്കുന്ന സമയത്ത് മറ്റുള്ളവരെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര എക്സ്ട്രാ കിട്ടുന്നുണ്ട്? 4,000 രൂപ നമുക്ക് എന്തുണ്ട്? എക്സ്ട്രാ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം 4,000 ആണ് എന്ത്? നമ്മൾ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എത്ര കണ്ടുപിടിക്കാൻ പറയുന്നത്? ഇനി വരാൻ പോകുന്ന 3 വർഷത്തിൻ്റെ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറയുന്നത് അല്ലേ? അപ്പോൾ ഇനി വരാൻ പോകുന്ന 3 വർഷത്തിൻ്റെ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് വെച്ചാൽ ഇതെന്താണ്? 1 വർഷം ഉണ്ടാകാൻ പോകുന്ന സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എത്രയാണ്? 4,000 ആണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന 3 വർഷം നമുക്ക് എന്തുണ്ടാവും? 4,000 × 3. അപ്പോൾ എത്ര ഉണ്ടാവും? 12,000 ആയിരിക്കും നമ്മൾ എന്ത് വരാം? ഗുഡ് വിൽ എന്ന് വരാം. ഓക്കെ, ഇതാണ് നമ്മൾ എന്ത് വരാം? ഗുഡ് വിൽ. അപ്പോൾ അത് കണ്ടുപിടിക്കുന്ന രീതി മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ എന്താണ്? ജസ്റ്റ് പ്രോഫിറ്റ് മാത്രം കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതായത് ഇടുന്ന പൈസക്ക് എത്ര പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ നോക്കണം. അതായത് 100 രൂപയുടെ എത്ര പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലാണ് നോക്കാം അല്ലേ? അല്ലാതെ നമ്മളിപ്പോൾ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താ? നമ്മൾ 2 പേരും ഒരേപോലെയാണ് അല്ലേ? ശരിക്കും കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 2 പേരും ഒരേപോലെയാണ് അല്ലേ? കാരണം ഇയാൾക്ക് 1 കോടി ഇട്ടിട്ട് എന്ത് കിട്ടുന്നത്? 50 ലക്ഷം കിട്ടുന്നത്. നമ്മൾ 2 കോടി ഇട്ടിട്ട് എന്ത് കിട്ടിയത്? 1 ലക്ഷം. അപ്പം നമ്മൾ 2 ആൾക്കാർ ഒരേ പ്രോഫിറ്റ് മാത്രം നോക്കുക. അതായത് എന്താണ്? ഈ സൈഡ് നോക്കുന്നില്ല, ഈ ഭാഗം നോക്കാണ്ട് ജസ്റ്റ് ഈ ഭാഗം മാത്രം നോക്കുകയാണെങ്കിൽ എന്താ? നമ്മളാണ് ഭയങ്കര സംഭവം എന്നൊക്കെ തോന്നും. പക്ഷെ ഇതും കൂടി വെച്ച് നോക്കുന്ന സമയത്ത് എന്താ? അവരും എന്താണ്? ഒരേപോലെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ടേ? ഒരു 100 രൂപ ഇടുന്നാക്ക് എത്ര പൈസ? പെർസെൻറ്റേജ് എപ്പോഴും എന്തിലാണ് പറയുക? 100-ലാണല്ലോ പറയുക
അല്ല, പെർസെൻറ്റേജ് 100ലാണ് പറയുന്നതുകൊണ്ടാണ് ഈ 100ൻ്റെ കൺസെപ്റ്റ് വന്നത്. 100 രൂപ ഇട്ടാക്ക് എത്ര പൈസ തിരിച്ച് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ അതായത് അങ്ങനെ നോക്കുകയാണെങ്കിൽ 100 രൂപ ഇടുന്നാക്ക് മറ്റുള്ള ഹോട്ടലിൻ്റെ കൺസെപ്റ്റ് ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ 100 രൂപ ഇടുന്ന ഒരു മറ്റുള്ള ഹോട്ടൽസിന് എത്ര ഇടുന്നുണ്ട്? 8 രൂപ അവർക്ക് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ നമ്മളിവിടെ എന്ത് ഇട്ടിട്ടുണ്ട്? 1,00,000 രൂപ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ള ഒരു ഹോട്ടലിന് കിട്ടുന്ന പ്രോഫിറ്റ് വെച്ച് നോക്കാൻ 1,00,000 രൂപ ഇട്ടാൽ നമുക്ക് എത്ര പ്രോഫിറ്റേ കിട്ടുള്ളൂ? 8,000 പ്രോഫിറ്റേ കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് ശരിക്കും എത്ര കിട്ടുന്നുണ്ട്? 12,000 കിട്ടുന്നുണ്ട്. അപ്പം മൊത്തം നമുക്ക് എക്സ്ട്രാ എത്ര കിട്ടുന്നുണ്ട്? 4,000 സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 4,000 എത്ര വർഷത്തേക്കുള്ള ഗുഡ് വില്ലാണ് വേണ്ടത്? 3 വർഷത്തേക്കുള്ള ഗുഡ് വില്ലാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 4,000 × 3 ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര ഗുഡ് വിൽ കിട്ടും? 12,000 നമ്മളെ ഗുഡ് വിൽ കിട്ടും. ഓക്കെ അല്ലേ? അത് സെറ്റ് അല്ലേ? ഇനി എന്തുണ്ട്? നമ്മൾ അവസാനത്തെ മെത്തേഡ് ഉണ്ടല്ലേ, അവസാനത്തെ മെത്തേഡ് എന്താ? ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. അപ്പോൾ ഞാനിത് പറഞ്ഞിട്ടുണ്ട് സൂപ്പർ നോർമൽ പ്രോഫിറ്റും ഈ മെത്തേഡ് എന്താണ് ഏകദേശം ചിന്തിക്കുന്ന രീതികളൊക്കെ എന്തുതന്നെയാണ്? സെയിം തന്നെയാണ്. അതായത് ഏകദേശം ഒരേപോലെ തന്നെ ചിന്തിക്കുക. അതായത് ചെയ്യുന്ന രീതികളൊക്കെ എന്താ പറയുക സെയിം ആണ്. ലോജിക്കലി ആലോചിക്കുകയാണെങ്കിൽ അതായത് ചിന്തിക്കുന്ന രീതി വ്യത്യാസമാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ആലോചിച്ചതെന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ, അതായത് സാധാരണ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഈ മെത്തേഡിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റിൻ്റെ മെത്തേഡിൽ നമ്മൾ എങ്ങനെ ചിന്തിച്ചേ? അതായത് 100 രൂപ ഇടുന്നു. മറ്റുള്ള ഹോട്ടലിൽ വെച്ചിട്ട് കമ്പയർ ചെയ്യും. മറ്റുള്ള ഹോട്ടലിൽ നിന്ന് 100 രൂപ ഇട്ട് എത്ര പൈസ കിട്ടുമായിരുന്നു? 8 രൂപ കിട്ടുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ 1,00,000 രൂപ ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? ഓക്കെ, നമുക്ക് എത്ര ശരിക്കും കിട്ടണമായിരുന്നു? നമുക്ക് ശരിക്കും എത്ര കിട്ടണമായിരുന്നു എന്നുള്ളതും ശരിക്കും, അതായത് നമുക്ക് മറ്റുള്ള ഹോട്ടലിലെ കണക്ക് വെച്ചിട്ട് എത്രയായിരുന്നു കിട്ടേണ്ടതെന്നും നമുക്ക് ശരിക്കും എത്ര കിട്ടുന്നുണ്ട് എന്നും അത് രണ്ടും കമ്പയർ ചെയ്ത് വെച്ച് എക്സ്ട്രാ വരുന്നതിന് നമ്മൾ എന്ത് വിളിച്ചു? സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് വിളിച്ചു. അത് നമ്മൾ എന്ത് ചെയ്യും? ഇനി വരാൻ പോകുന്ന 3 വർഷത്തേക്കുള്ള സൂപ്പർ നോർമൽ പ്രോഫിറ്റ് നമ്മൾ എന്ത് പറഞ്ഞു? ഗുഡ് വിൽ എന്ന് പറഞ്ഞതുകൊണ്ട് അത് ഇൻറ്റു എന്ത് ചെയ്തു? 3 ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഓക്കെ, ഗുഡ് വില്ലിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. അങ്ങനെയാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? പക്ഷേ ഇനി ഇത് വേറെ രീതിയിൽ ചിന്തിച്ചെന്ന് വിചാരിച്ചു. ഓക്കെ, അതായത് ഇത് ഈ ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ എങ്ങനെ ചിന്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്താണ് 12,000 രൂപയാണ് എന്ത് കിട്ടുന്നത്? ഗുഡ് വിൽ കിട്ടുന്നത്. ഓക്കെ, 12,000 രൂപ ഗുഡ് വിൽ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതായത് സാധാരണ രീതിയിൽ മറ്റുള്ള ഹോട്ടലിൽ എത്ര പൈസ റിട്ടേൺ കിട്ടുന്നുണ്ട്? 8% കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് നോക്കും? അതായത് ഈ 12,000 രൂപ എന്ന് പറഞ്ഞ സാധനം നമുക്ക് റിട്ടേൺ കിട്ടുന്നുണ്ടല്ലോ, അതായത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടല്ലോ. നമുക്ക് ഏകദേശം പ്രോഫിറ്റ് 12,000 രൂപ കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പം എത്രയോ ഒരു അതായത് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഇവിടെ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയല്ലേ. അപ്പോൾ എത്രയോ ഒരു ക്യാപിറ്റൽ, അതായത് എത്രയോ ഒരു പൈസ നമ്മൾ ഇട്ടിട്ടായിരിക്കുമല്ലോ, എത്രയോ ഒരു പൈസ ഇട്ടോ അതിനോട് നമ്മൾ എന്ത് മൾട്ടിപ്ലൈ ചെയ്യുക? 8% മൾട്ടിപ്ലൈ ചെയ്തിട്ടായിരിക്കുമല്ലോ എന്ത് കിട്ടുക? 12,000 കിട്ടുക. അതായത് നമ്മളിപ്പോൾ ശരിക്കും ഇട്ടത് എത്ര? 1,00,000 1,00,000 അവർ ശരിക്കും ഇട്ടിട്ടുള്ളത്. അപ്പോൾ 1,00,000ൻ്റെ 8% എന്തല്ല? 12,000 അല്ല. അത് നമുക്ക് നേരത്തെ എന്ത് മനസ്സിലായിട്ടുണ്ട്? അത് എത്രയേ ഉള്ളൂ? 8,000 മാത്രമേ ഉള്ളൂ. അപ്പം ശരിക്കും എത്രയോ ഒരു ക്യാപിറ്റൽ ഇട്ടാലായിരിക്കൂലേ, അതായത് ഈ നമ്മളെ മറ്റുള്ള ഹോട്ടലിന് ഇതേ 12,000 എന്ന് പറഞ്ഞ പൈസ ഇടണമെങ്കിൽ, അതായത് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ, മറ്റുള്ള ഹോട്ടൽസിന് 12,000 എന്ന് പറഞ്ഞ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ അവരെത്രയോ ഒരു ക്യാപിറ്റൽ ഇടണ്ടേ? ആ ക്യാപിറ്റൽ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. അതെങ്ങനെ കണ്ടുപിടിക്കുക? ആ ക്യാപിറ്റൽ എങ്ങനെ കിട്ടും? ഓക്കെ, ആ ക്യാപിറ്റൽ എങ്ങനെയാണെന്ന് പറയാം. ഈ 8% ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അതായത് 12,000 ഡിവൈഡ് ബൈ എന്തടിക്കുക? 8% എന്ന് അടിക്കാം. ഓക്കെ, അതായത് 12,000 ഡിവൈഡ് ബൈ 8%. ഓക്കെ, 8% അടിക്കുകയാണെങ്കിൽ, അതായത് 8% എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ചെയ്യണം കേട്ടോ. അതായത് ഡിവൈഡ് ബൈ 8 അടിച്ചാൽ പോരാ, 8% എന്ന് പറഞ്ഞാൽ 8 ഡിവൈഡ് ബൈ, അതായത് 8 × 100 എന്ന് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നില്ല, കാൽക്കുലേറ്റർ പെർസെൻറ്റേജ് ചിഹ്നം ഉണ്ടാവും, നിൽക്കാലും മതി. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ എത്ര കിട്ടും? 1,50,000 കിട്ടും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ? 1,50,000 ശരിക്കും മറ്റുള്ള ഹോട്ടലിന് ഈ 12,000 എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ, അവർക്ക് 12,000 എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ അവരെത്ര പൈസ കൊണ്ടുവരണം? 1,50,000. അവർ 1,50,000 കൊണ്ടുവന്നാൽ മാത്രമേ അവർക്ക് അതിൻ്റെ മേലെ 8% റിട്ടേൺ കിട്ടിയിട്ട് അവർക്ക് എത്ര പൈസ പ്രോഫിറ്റ് കിട്ടുള്ളൂ? 12,000 പ്രോഫിറ്റ് കിട്ടുള്ളൂ. പക്ഷേങ്കിൽ ഈ 1,50,000 കിട്ടേണ്ട 12,000 നമുക്ക് എത്ര ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നു? നമുക്ക് വെറും 1,00,000 രൂപ ഇടുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നു? 12,000 രൂപ കിട്ടും. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, മറ്റുള്ള ഹോട്ടലിന് ഈ 12,000 രൂപ കിട്ടണമെങ്കിൽ 1,50,000 ഇടണം. ഓക്കെ, പക്ഷെ നമുക്ക് വെറും 1,00,000 ഇടുമ്പോൾ എന്ത് കിട്ടി? ഈ 12,000 രൂപ പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ എന്താ, നമുക്ക് 1,00,000 എന്ന് പറഞ്ഞ എമൗണ്ട് ഇടുമ്പോൾ തന്നെ നമുക്ക് എത്രേൻ്റെ എഫക്റ്റ് വരുന്നുണ്ട്? 1,50,000 എഫക്റ്റ് വരുന്നുണ്ട്. അപ്പം നമ്മൾ ആകെ പൈസയായിട്ട് കൊണ്ടുവന്ന 1,00,000 ഉള്ളൂ. പക്ഷെ 1,00,000 കൊണ്ടുവന്നിട്ടില്ലെങ്കിലും നമുക്ക് അതുകൊണ്ട് ഉണ്ടാകുന്ന എഫക്റ്റ് എത്ര പൈസേൻ്റെ എഫക്റ്റാണ്? 1,50,000. അപ്പം നമ്മൾ ഇവിടെ നിന്ന് കാണാത്ത, അതായത് നമുക്ക് കാണാൻ പറ്റാത്ത ഒരു 50,000 രൂപേൻ്റെ എഫക്റ്റ് എവിടെ വരുന്നുണ്ട്?
നമ്മളെ ബിസിനസ്സിൽ വരുന്നില്ലേ. അപ്പം നമ്മൾ മറ്റുള്ള ബിസിനസ്സിൽ 50,000 അവർ ക്യാഷായിട്ട് എക്സ്ട്രാ കൊണ്ടുവന്നിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്കത് ഇല്ലാണ്ട് നമ്മൾ അതൊന്നും ആ 50,000 ഇല്ലാണ്ട് തന്നെ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്, ആ 50,000 എഫക്റ്റ് എക്സ്ട്രാ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് നമ്മളിവിടെ കാണാതെ നമ്മൾ കൊണ്ടുവരാത്ത സാധനത്തിൻ്റെ മേലെ നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മളവിടെ 1,00,000 രൂപയെ കൊണ്ടുവന്ന് നമ്മൾ ബിസിനസ്സിൻ്റെ വാല്യൂ എത്രയേ ഉള്ളൂ, 1,00,000 ഉള്ളൂ. പക്ഷേ വാല്യൂ 1,00,000 ആണെങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എത്ര രൂപേൻ്റെ ബെനിഫിറ്റാണ്, 1,50,000 ആണ്. അപ്പം ആ 50,000 രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും, നമ്മൾ റെപ്യൂട്ടേഷൻ ആയിരിക്കില്ലേ, അതായത് നമ്മളെ ഗുഡ് ആയിരിക്കില്ലേ. അപ്പം ഇതിനാണ് ഈ 1,50,000 നമ്മൾ ഈ 1,00,000 തമ്മിലുള്ള ഡിഫറൻസിനാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇവിടെ ഗുഡ് വിൽ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെ നമ്മളെ ബിസിനസ്സിന് ഗുഡ് വിൽ എത്രയാ, 50,000 രൂപയാണ് എന്ത് നമ്മളെ ഗുഡ് വിൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലായില്ലേ. അപ്പോൾ ഇവിടെ എന്താ മറ്റേടത്ത് ചിന്തിച്ച രീതി, അവിടെ സൂപ്പർ നോർമൽ പ്രോഫിറ്റ്, അതായത് നമ്മൾ അവിടെ ചിന്തിച്ച മറ്റേടത്ത് ചിന്തിച്ച രീതി എന്താ, 1,00,000 ഇടുവാണെങ്കിൽ നമ്മൾ 1,00,000 ഇട്ടിട്ടുള്ളത്. അപ്പം നോർമൽ ബിസിനസ്സിൻ്റെ റിട്ടേൺ, മറ്റുള്ള ബിസിനസ്സിന് എത്ര റിട്ടേൺ കിട്ടും, ഓക്കെ, അവർക്ക് 8% റിട്ടേൺ കിട്ടുന്നത്. അങ്ങനെയാണ് 1,00,000 8% എന്ന് പറഞ്ഞാൽ എത്ര, 8,000 രൂപയാണ് കിട്ടുന്നത്. പക്ഷെ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്, 12,000 രൂപ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ എത്ര പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, 4,000 പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ആ പ്രോഫിറ്റിനെ ഇനി വരാൻ പോകുന്ന ഇത്ര വർഷത്തേക്ക് ഇത്ര പ്രോഫിറ്റ്, അതായത് 3 വർഷത്തേക്കുള്ളതാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഇതിന് എന്ത് ചെയ്തു, × 3 ചെയ്തു. പക്ഷേ ക്യാപിറ്റലൈസേഷൻ ഇതന്നെ വേറെ രീതി ചിന്തിക്കുന്ന ഒരു രീതിയാണ്. അതായത് 12,000 രൂപ, അതായത് 8% വെച്ചിട്ടാണ് കിട്ടുന്നെങ്കിൽ 12,000 രൂപ കിട്ടണമെങ്കിൽ എത്ര പൈസ നമ്മൾ ഇടണം നോക്കി. അപ്പം നമ്മൾ എന്ത് വെച്ചു, അതായത് എത്രയോ ഒരു പൈസൻ്റെ 8% എന്ത് വരിക, 12,000 രൂപ വരുന്നുണ്ടാവുക. അപ്പോൾ ആ പൈസ എങ്ങനെ കണ്ടുപിടിച്ചു, ആ 12,000 ഡിവൈഡ് ബൈ നമ്മൾ എന്തടിച്ചു, 8% അടിച്ചു. അതായത് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്, നമുക്കിപ്പോൾ ശരിക്കും കിട്ടുന്ന പ്രോഫിറ്റ് മറ്റുള്ളവർക്ക് കിട്ടണമെങ്കിൽ അവരെത്ര പൈസ ഇടണം. ഓക്കെ, അപ്പോൾ ഇത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ചെയ്തപ്പോൾ നമുക്ക് എന്താ, അവരെത്ര പൈസ ഇടണം, 1,50,000 ഇടണം. പക്ഷെ നമ്മൾ എത്ര ഇട്ടിട്ടുള്ളൂ, 1,00,000 ഇടണം. അപ്പോൾ നമ്മൾ 1,00,000 ഇടുമ്പോൾ നമുക്ക് എത്ര രൂപേൻ്റെ എഫക്റ്റ് കിട്ടി, 1,50,000. അപ്പോൾ നമുക്ക് എക്സ്ട്രാ നമ്മൾ ഇല്ലാത്തൊരു എഫക്റ്റ് വരുന്നുണ്ട്. എത്ര രൂപേൻ്റെ എഫക്റ്റ്, 50,000 രൂപേൻ്റെ എഫക്റ്റ് ഇല്ലാണ്ട് വരുന്നുണ്ട്. ആ 50,000 രൂപയാണ് നമ്മളിവിടെ എന്ത് വിളിച്ചത്, ഗുഡ് വിൽ എന്ന് വിളിച്ചത്. അപ്പോൾ ഇതാണ് 4 മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും കൺസെപ്റ്റിൽ ഇത് ആലോചിച്ച് ശരിക്കും ഇത് എങ്ങനെയാണ് എന്താണെന്ന് ശരിക്കും ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണെങ്കിൽ ഇത് പിന്നീട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്ന പ്രശ്നവും, അതായത് ഇടയ്ക്കിടയ്ക്ക് മനസ്സിലാവാത്ത പ്രശ്നം, അതായത് കിട്ടാത്ത പ്രശ്നവും കൺഫ്യൂഷൻ ആവുന്ന ഒരു പ്രശ്നമില്ല. അപ്പം ഗുഡ് വില്ലിൻ്റെ കേസിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരിക, അതായത് ഗുഡ് വില്ലിൻ്റെ വാല്യൂ മാത്രം കണ്ടുപിടിക്കുക, ഈ 4 രീതിയിലെ ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ വൈഡ് വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യനൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ള നമുക്ക് ഡീറ്റെയിൽ ഒരു വൃത്തിയിലുള്ള എന്താ പറയുക, കുറച്ച് ലെങ്തിയിലുള്ള നല്ല വൈഡ് വെറൈറ്റി ക്വസ്റ്റ്യൻ ചെയ്യുന്ന ക്ലാസ് നമുക്ക് ലൈവായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 4 മെത്തേഡിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്ത് ചെയ്യുക, അത് കമൻറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ, ഈ 4 മെത്തേഡ് ഇപ്പോൾ സെറ്റായില്ലേ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാന്നുള്ളത്, അതായത് ഡയറക്റ്റ് ഗുഡ് വിൽ കണ്ടുപിടിക്കാൻ രീതിയിലാണ് ഈ രീതിയിൽ ക്വസ്റ്റ്യൻ വരിക. എന്നാലാണ് ഈ 4 മെത്തേഡ് ശരിക്കും എനിക്ക് ആവശ്യം വരാം. ഓക്കെ, അല്ലെങ്കിൽ നോർമലി ഇപ്പോൾ എന്താ പറയുക, പിന്നെ നമ്മൾ ഞാൻ ഇപ്പോൾ ഈ ഗുഡ് വില്ലൊക്കെ കണ്ടുപിടിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞിട്ട് നമ്മൾ അഡ്മിഷൻ റിട്ടയർമെൻറ്റ് സമയത്തൊക്കെ, അപ്പോൾ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക വരാൻ പോകുന്നത്, അതായത് വരുന്ന ആളിന് അതായത് നമ്മൾ എന്ത് ചെയ്യും, ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ ഇത്ര വർഷത്തെ പ്രോഫിറ്റ് ഇങ്ങനെയുണ്ട്, അത് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ കഷ്ടപ്പെട്ട് ഇത്രയും വർഷം കൊണ്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്, അങ്ങനെ നിങ്ങൾക്ക് ചുളുവായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ ഏകദേശം 2-3 വർഷത്തെ നമ്മൾ വിചാരിക്കുന്ന പ്രോഫിറ്റ് ഇത്രയാണ്, അപ്പോൾ അതിൻ്റെ ഷെയർ നമുക്ക് വേണം എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, അവരുടെ അടുത്ത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഞാൻ പോകുന്ന സമയത്ത് ഞാനും കൂടി ഉണ്ടാക്കി വെച്ചതാണ് മോളെ, അല്ലെങ്കിൽ മോനെ നമ്മൾ എന്ത് ചെയ്യണം, എനിക്ക് അതിൻ്റെ ഷെയർ തരണം, അതും കൂടി വാങ്ങിയിട്ട് ഞാൻ പോകുള്ളൂ എന്ന രീതിയിൽ പറയും. ഓക്കെ, അപ്പോൾ ഇത് അഡ്മിഷൻ റിട്ടയർമെൻറ്റ് സമയത്ത് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി എന്താ പറയുക, ഇപ്പോൾ ഈ റീവാലുവേഷൻ അക്കൗണ്ട് എന്നാൽ അതൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് എന്ത്, ഈ കാര്യം എന്ന് പറയുന്നത് റീവാലുവേഷൻ അക്കൗണ്ടൊക്കെ ചെയ്യുന്ന സമയത്ത് അതിനപ്പുറം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്, ഇത് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ക്വസ്റ്റ്യനിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെ ചെയ്യുക, ഇതിന് ജേർണൽ എൻട്രി കാര്യങ്ങൾ അതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് മറ്റുള്ളൊരു പ്രശ്നം. ഇത് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കി 4 മെത്തേഡ് നമ്മൾ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻ, അതായത് ഇപ്പോൾ നമ്മൾ അഡ്മിഷൻ്റെ കേസ് ആയാലും അല്ലെങ്കിൽ റിട്ടയർമെൻറ്റിൻ്റെ കേസ് ആയാലും അങ്ങനത്തെ ക്വസ്റ്റ്യൻ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരില്ല, അതായത് ഈ ഗുഡ് വിൽ കണ്ടുപിടിക്കേണ്ടി വരില്ല. അവരെന്ത് ചെയ്യും, ഡയറക്റ്റ് ഗുഡ് വിൽ അവിടെ തന്നിട്ടുണ്ടാവും. ഓക്കെ, ക്വസ്റ്റ്യനിൽ തന്നെ ഗുഡ് വിൽ എന്തായിരിക്കും പ്രൊവൈഡ് ആയിരിക്കും. കണ്ടുപിടിക്കേണ്ട കേസ് വരുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേങ്കിൽ അധികം മെജോറിറ്റി കേസിലും എന്തായിരിക്കും, ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നമ്മൾ ഗുഡ് വില്ലിൻ്റെ വാല്യൂ, ഗുഡ് വിൽ എന്ന് പറഞ്ഞിട്ട് ഗുഡ് വില്ലിൻ്റെ വാല്യൂ 20,000 ആണ്, അല്ലെങ്കിൽ 30,000 ആണ്, 1,00,000 ആണ് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യും, ക്വസ്റ്റ്യനിൽ തന്നെ കൃത്യമായിട്ട് തരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഗുഡ് വില്ലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഒരാൾ പുതുതായിട്ട് വരുവാണെങ്കിൽ ഇതിൻ്റെ ഷെയർ അയാൾ എന്ത് ചെയ്യണം, വാങ്ങണം.
ഓക്കെ, അല്ലെങ്കിൽ ഒരാൾ പോവുകയാണെങ്കിൽ, ഇപ്പം ഞാൻ പോവുകയാണെങ്കിൽ ഇതിൻ്റെ എൻ്റെ ഷെയർ എന്ത് ചെയ്യും, ഞാൻ വാങ്ങിയിട്ട് പോകും. അപ്പോൾ ഈ 20,000 മൊത്തം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അയാളുടെ നിന്ന് വാങ്ങാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എന്താ പറയുക, ഇപ്പോൾ PSRൻ്റെ കേസ് അല്ലെ, പ്രോഫിറ്റ് ഷെയർ റേഷ്യോ, അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. അതായത് പ്രോഫിറ്റ് ഷെയർ റേഷ്യോ എന്താണ്, പുതിയ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ കണ്ടുപിടിക്കുന്നുണ്ട്, അതിൻ്റെ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കുന്ന പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രശ്നം, ആ ഒരു ഏരിയയിൽ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ മാത്തമാറ്റിക്കലി ഫ്രാക്ഷൻ വെച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് എന്താ പറയുക, അതിൽ പ്രശ്നം ഉണ്ടെന്നാണെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും വേണം, ഹെൽപ്പ് വേണം, അല്ലെങ്കിൽ ഒരു വീഡിയോ ക്ലാസ് പോലെ തന്നെ വേണം എന്നൊക്കെയാണ് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മെസ്സേജ് വെച്ചിട്ട് പറയാം, എന്താ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്താ ഞാൻ പറഞ്ഞ മറ്റേ ലൈവിൽ അതൊക്കെ കൃത്യമായി നമ്മൾ പറഞ്ഞിട്ട് തന്നെ പോവാം. ഓക്കെ അല്ലേ, അപ്പോൾ 20,000 ആണ് ഗുഡ്വിൻ്റെ വാല്യൂ എന്നുള്ളത് ക്വസ്റ്റിൽ തന്നെ തന്നിട്ടുണ്ട് എന്ന് വിചാരിച്ചോ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, വേറെ എക്സാമ്പിളിലേക്ക് ഒന്നും പോകണം, നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നോക്കാം. ഓക്കെ അല്ലേ, ഈ ക്വസ്റ്റ്യൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വെച്ച് നോക്കുകയാണെങ്കിൽ ആരോമൽ ആദർശം എന്ന് പറഞ്ഞ 2 ആൾക്കാരുണ്ട്. ഓക്കെ, ആരോമൽ ആദർശം എന്ന് പറഞ്ഞ 2 ആൾക്കാരുണ്ട്. അവരെന്ത് ചെയ്യാണ്, പ്രോഫിറ്റ് ഷെയറിങ്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അവർ ഇത്രയും കാരണം ഷെയർ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് 5:3. അതായത് 5:3 അവരെന്ത് ചെയ്തത്, ഇത്ര കാലം അവർ കിട്ടുന്ന പ്രോഫിറ്റൊക്കെ 5:3 അവരെന്ത് ചെയ്യുന്നു, അവർ 2 ഡിവൈഡ് ചെയ്തെടുക്കും. അതായത് മൊത്തം 8 ഭാഗമാക്കി, അതിൽ 5 ഭാഗം ആരോമൽ എടുക്കും, ബാക്കി 3 ഭാഗം ആരെടുക്കും, ആദർശം എടുക്കും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യാണ്, പുതിയ ഒരാൾ നന്ദനെ അവരെന്ത് ചെയ്യാൻ കൊടുക്കുക, ബിസിനസ്സിലേക്ക് പുതിയതായിട്ട് കൂട്ടാൻ വേണ്ടി പോകുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, പുതുതായിട്ട് കൂട്ടുന്ന സമയത്ത് നന്ദനക്ക് എത്ര കൊടുക്കാൻ, അവരെ മൊത്തം ഷെയറിൻ്റെ 1/5 ഭാഗം ആർക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, നന്ദനക്ക് കൊടുക്കാൻ. അതായത് മൊത്തം അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിന് 5 ഭാഗമാക്കി മാറ്റുകയാണെങ്കിൽ അതിൽ 1 ഭാഗം ആർക്ക് കൊടുക്കും, നന്ദനക്ക് കൊടുക്കും. നിങ്ങൾ ആലോചിച്ച് വയ്ക്കുക, ഇത്ര കാലം 5:3 ഷെയർ ചെയ്ത ആൾക്കാർ, അവരെ 5/1 ഭാഗം ഇപ്പോൾ ആർക്ക് പോക്കാണ്, നന്ദനക്ക് പോക്കാണ്. അപ്പോൾ ഇവർക്ക് എന്ത് വരും, നഷ്ടം വരും. ഇത്ര കാലം കിട്ടുന്നതിൽ എന്ത് വരും, കുറച്ച് നഷ്ടം അവർക്ക് എന്തായാലും വരും. ഓക്കെ, വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവർ പറഞ്ഞെന്താ, നന്ദനോട് പറഞ്ഞാണ്, നിങ്ങൾക്ക് ഈ ബിസിനസ് കയറണമെങ്കിൽ നീ ക്യാപിറ്റലായിട്ട് നന്ദന എന്തുകൊണ്ട് വരും, 20,000 കൊണ്ട്. അത് അവളെ ക്യാപിറ്റലാണ്. ഓക്കെ, അത് അവളെ ക്യാപിറ്റലാണ്. അതായത് അവളെ ക്യാപിറ്റലായിട്ട്, അതായത് അവൾ ഈ ബിസിനസ്സിലേക്ക് അവളെ ഫണ്ടായിട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫണ്ടാണ് ഈ 20,000 എന്ന് പറയുന്നത്. ഓക്കെ, അത് നാളെ തിരിച്ചു പോകുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, തിരിച്ചു കൊടുക്കേണ്ടി വരും അല്ലേ. ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഓണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന പൈസ, അത് നാളെ ബിസിനസ് ആർക്ക് തിരിച്ചു കൊടുക്കണം, ഓണർക്ക് തിരിച്ചു കൊടുക്കേണ്ട സാധനമാണല്ലോ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ 20,000 ആർക്ക് കൊടുക്കേണ്ടി വരും, ഞാൻ അതിനൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരും. ഓക്കെ, പക്ഷെങ്കിൽ ഗുഡ്വില്ലായിട്ട് എന്ത് കൊണ്ടുവരാൻ പറയുന്നുണ്ട്, 4,000 കൊണ്ടുവരാൻ പറയുന്നുണ്ട് അല്ലേ. ആ 4,000 എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ ഇത്രയും കാലം ആരോമൽ ആദർശം കൂടി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു റെപ്യൂട്ടേഷൻ ഉണ്ട്. അത് കാരണം എന്ത് കിട്ടും, നാളെയും ഒരു ലാഭം കിട്ടും. ആ ലാഭത്തിൻ്റെ ഷെയർ, ആ ലാഭത്തിൻ്റെ 5/1 ഭാഗം ഇനി ആർക്ക് കിട്ടാൻ പോക്കാം, നന്ദനക്ക് കിട്ടാൻ പോക്കാം. ഓക്കെ, അതുകൊണ്ട് നന്ദനോട് പറയാണ്, അങ്ങനെ ലാഭം എനിക്ക് തരുന്നതുകൊണ്ട് നീ നമ്മൾ കഷ്ടപ്പെട്ടതിന് എന്ത് ചെയ്യണം, 4,000 രൂപ നമുക്ക് തരണം. ഇത് ആരതല്ല, നന്ദനൻ്റെ ക്യാപിറ്റൽ അല്ല. ഈ നന്ദന ഇത് ആർക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത്, അതായത് ആദർശനും ആരോമലിനും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നന്ദൻ എന്ത് കൊണ്ടുവരുന്നത്, 4,000 കൊണ്ടുവരുന്നത്. അല്ലാണ്ട് ഇത് നന്ദനൻ്റെ എവിടത്തേക്ക് പോകില്ല, ക്യാപിറ്റലിലേക്ക് പോകില്ല. ഈ 4,000 ആരോമൽ ആദർശം കൂടി അവർ തമ്മിൽ വീതിച്ചെടുക്കും. ഓക്കെ, ഇനി ഇതെങ്ങനെ വീതിക്കും എന്നുള്ളതൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അതാണ് ശരിക്കും സംഭവിക്കുക. ഓക്കെ, അതാണ് ശരിക്കും ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 4,000 രൂപ, അതായത് മൊത്തം ഗുഡ്വില്ലിൻ്റെ ഭാഗമായിട്ട് 4,000 രൂപ ആര് കൊണ്ടുവരുന്നുണ്ട്, നന്ദന കൊണ്ടുവരുന്നുണ്ട്. ഈ 4,000 എന്ത് ചെയ്യണം, അവർ തമ്മിൽ ഡിവൈഡ് ചെയ്തെടുക്കും. ഓക്കെ, അതെങ്ങനെ ഡിവൈഡ് ചെയ്തെടുക്കും എന്നുള്ളതാണ് നമ്മൾ പ്രശ്നം. ഓക്കെ, അതായത് എങ്ങനെ ഡിവൈഡ് ചെയ്തെടുക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇവിടെ ഡിവൈഡ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെയാണ് നിങ്ങൾ സാക്രിഫൈസിങ് റേഷ്യോ അങ്ങനത്തെ കുറച്ച് കൺസെപ്റ്റൊക്കെ പറയുന്നത്. ഓക്കെ, സാക്രിഫൈസിങ് റേഷ്യോ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് നോക്കാം, അതായത് ഭാവിയിൽ വരാൻ പോകുന്ന പ്രോഫിറ്റ്, ഉദാഹരണം പറയുകയാണ്, ഭാവിയിൽ വരാൻ പോകുന്ന പ്രോഫിറ്റ് ഒരു എക്സ് എന്ന് പറഞ്ഞ ഒരു എമൗണ്ട്, ഭാവിയിൽ ഒരു എക്സ് എന്ന് പറഞ്ഞ എമൗണ്ട് പ്രോഫിറ്റായിട്ട് കിട്ടും. ആ പ്രോഫിറ്റിൻ്റെ 5/1 ഭാഗം, അതായത് ആ പ്രോഫിറ്റിന് 5 ഭാഗമാക്കി ഡിവൈഡ് ചെയ്തിട്ട് അതിൽ 1 ഭാഗം ആർക്ക് കൊടുക്കും, നന്ദനക്ക് കൊടുക്കും. ഓക്കെ, ആ നന്ദനക്ക് അങ്ങനെ കൊടുക്കുന്നതിനാണ് നന്ദന ഇപ്പോഴേ എന്ത് കൊണ്ടുവരുന്നത്, ഇവർക്ക് എന്ത് കൊടുക്കുന്നത്, 4,000 രൂപ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഓക്കെ, അത് 4,000, അതായത് ഇങ്ങനെ ചെയ്തിട്ട് കിട്ടാവുന്ന സാധനമാണ് എന്ത്, ഈ 4,000 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുക. അവിടെ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ, ഈ സാക്രിഫൈസിങ് റേഷ്യോ കാര്യങ്ങളൊക്കെ വെച്ചുള്ള ചെറിയൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഉദാഹരണം വെച്ച് ആലോചിച്ച് നോക്കുക. ഓക്കെ, അല്ലെങ്കിൽ അപ്പോൾ ഇവിടെ ആവശ്യമുള്ള സാധനമാണ് എന്ത്, സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത്. അതായത് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അതായത് മുമ്പ് ആരോമൽ ആദർശന് കിട്ടുന്നതിൽ ഇപ്പോൾ അവർക്ക് എത്ര നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ 4,000 എന്ന് പറഞ്ഞ പ്രോഫിറ്റ് അല്ലേ, ഈ 4,000 എന്ന് പറഞ്ഞ പ്രോഫിറ്റ്
മുമ്പ് അവർക്ക് കിട്ടുകയാണെങ്കിൽ അവർ രണ്ടാളും എങ്ങനെയായിരുന്നു 4000 എന്ന് പറഞ്ഞ പ്രോഫിറ്റ് മുമ്പ് അവർ കിട്ടുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും ഈ 4000 എന്ന് പറഞ്ഞ സാധനം ഓക്കെ 4000 ഇപ്പം അത് മറ്റേ ഗുഡ് വില്ലായിട്ട് മാച്ച് ആവും അതുകൊണ്ട് നമുക്ക് 4000 മാറ്റാം ഓക്കെ ഇപ്പോൾ ഒരു 10,000 രൂപ പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് വിചാരിച്ചോ 10,000 രൂപ പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ആ 10,000 രൂപ അവരെങ്ങനെ വീതിച്ചെടുക്കുമായിരുന്നു 5:3 അല്ലേ 5:3 വീതിച്ചെടുക്കുമായിരുന്നു അല്ലെ 5:3 അവർ എന്ത് ചെയ്യായിരുന്നു ഈ 4000 അവർ വീതിച്ചെടുക്കുമായിരുന്നു അല്ലെ 10,000 അല്ലേ അതായത് 10,000 8 അതായത് 5/8 അല്ലെ 8 5 ഭാഗം ആർക്ക് കിട്ടും ആരോമലിനും കിട്ടും അതേപോലെ ആദർശന് എന്ത് കിട്ടും അതായത് 8 3 ഭാഗം ആർക്കും കിട്ടുമായിരുന്നു ആദർശനും കിട്ടുമായിരുന്നു അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ ഇനി ഈ 10,000 പ്രോഫിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ 10,000 എന്ത് ചെയ്യണം 5 ഭാഗം അതായത് അതിന് 5 ഭാഗം ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 5 ഭാഗത്ത് ഒരു ഭാഗം ആർക്ക് കൊടുക്കണം നന്ദനക്ക് കൊടുക്കണം അതായത് 10,000 5 ഭാഗം ആക്കി എന്ന് വിചാരിച്ചോ അപ്പോൾ ഒരു ഭാഗം എത്ര വരും 2,000 രൂപ വരും ആ 2,000 രൂപ ആർക്ക് കൊടുക്കണം നന്ദനക്ക് കൊടുക്കണം ആ നന്ദനക്ക് കൊടുത്തിട്ട് ബാക്കി എത്ര ഉണ്ട് 8,000 രൂപ ഉണ്ട് ഓക്കെ ആ 8,000 രൂപ മാത്രമേ ആർക്ക് എടുക്കാൻ പറ്റുള്ളൂ ഇവർക്ക് എടുക്കാൻ പറ്റുള്ളൂ ഓക്കെ ഇവർക്ക് ഉണ്ടാക്കുക ആ 8,000 ഇവരെന്താ ഇവരെ പയര് അതായത് 5:3 അതായത് ഈ 8,000 5 ഭാഗം 8,000 8 ഭാഗമാക്കിയിട്ട് അതിൽ 5 ഭാഗം ആർക്ക് കിട്ടണം ആരോമലിനും ആ എന്നാ ബാക്കി 3 ഭാഗം ആർക്ക് കിട്ടുള്ളൂ ആദർശനും കിട്ടുള്ളൂ അങ്ങനെ നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള 8,000 ഇനി എത്ര ഭാഗമാക്കണം 8 ഭാഗമാക്കി മാറ്റണം ഓക്കെ അങ്ങനെയാണ് ഒരു ഭാഗത്ത് വരും 1,000 രൂപ വരും അല്ലേ ഓക്കെ അങ്ങനെയാണെങ്കിൽ എന്നാ പറയുക ആരോമലിന് എത്ര കിട്ടും ആരോമലിന് ആ 1,000 രൂപന് 1,000 രൂപ അതിൻ്റെ 5 ഭാഗം 1000 അപ്പോൾ 1000 ഇൻറ്റു എന്ത് വരും 5 വരും അല്ലേ അപ്പോൾ എത്ര വരും 5,000 രൂപ വരും അല്ലേ അപ്പോൾ ആദർശിന് നോക്കുകയാണെങ്കിൽ എന്താ ഒരു ഭാഗം 1000 ആണെങ്കിൽ ആദർശന് എത്ര ഭാഗം കിട്ടണം 3 ഭാഗം കിട്ടണം അങ്ങനെയാണ് 1000 ഇൻറ്റു എന്ത് വരും 3 വരും അല്ലേ അങ്ങനെ എത്ര കിട്ടുള്ളൂ 3,000 കിട്ടുള്ളൂ ഓക്കെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താ സംഭവിച്ചത് ആരോമലിന് എത്ര 5,000 വരുന്നു അല്ലേ ആരോമലിന് 5,000 ആദർശിന് 3,000 അങ്ങനെ മൊത്തം 8,000 ഉണ്ട് ബാക്കി 2,000 ആർക്കും കിട്ടും ബാക്കി 2,000 നന്ദനക്കും കിട്ടും ഓക്കെ ബാക്കി 2,000 ആർക്കും കിട്ടും നന്ദനക്ക് കിട്ടും അപ്പോൾ ആലോചിച്ച് നോക്കുക മുമ്പ് നിങ്ങൾ ആലോചിച്ച് നോക്കുക മുമ്പ് ആരോമലിന് എത്ര കിട്ടുന്നുണ്ടായിരുന്നു ആരോമലിന് നന്ദന വരുന്നതിന് മുമ്പ് നോക്കുകയാണെങ്കിൽ ഈ 10,000 8 ഭാഗം അല്ലെ 10,000 എത്ര വേണം 8 ഭാഗം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1,250 രൂപയുണ്ട് ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ 1,250 രൂപയായിരുന്നു പണ്ട് അതിൻ്റെ 5 ഭാഗം അതായത് അതിൻ്റെ 5 ഭാഗം ആർക്ക് കിട്ടുമായിരുന്നു ആരോമലിന് കിട്ടുമായിരുന്നു അത് 1,250 ഇൻറ്റു 5 അങ്ങനെ നോക്കുകയാണെങ്കിൽ പണ്ട് ആരോമലിന് എത്ര ഉണ്ടാവും 6,250 കിട്ടുമായിരുന്നു ഇപ്പം ആരോമലിന് എത്ര കിട്ടുന്നുള്ളൂ വെറും 5,000 രൂപ കിട്ടുന്നുള്ളൂ അതായത് പണ്ടും ഇപ്പോഴും പുതിയ സിറ്റുവേഷനിലും ഓക്കെ ഇനി ആദർശന് നോക്കുകയാണെങ്കിൽ ഒരു ഭാഗം 1,250 അതിന് 3 ഭാഗം ആർക്ക് കിട്ടുമായിരുന്നു ആദർശന് മുമ്പ് കിട്ടുമായിരുന്നു അത് 1,250 ഇൻറ്റു 3 വെച്ചിട്ട് 3,750 പണ്ട് ആർക്ക് കിട്ടുമായിരുന്നു ആദർശന് കിട്ടായിരുന്നു ഇപ്പം ആദർശന് എത്ര കിട്ടുന്നുള്ളൂ വെറും 3,000 കിട്ടുന്നുള്ളൂ അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആരോമൽ ഇപ്പം എത്ര നഷ്ടമായി 1,250 രൂപ ആരോമലിന് നഷ്ടമാണ് ഇവനിക്ക് എത്ര നഷ്ടം 750 രൂപ ആയിരിക്കും നഷ്ടമാണ് നഷ്ടമാണ് ആദർശന് നഷ്ടമാണ് അല്ലേ അങ്ങനെ നഷ്ടം ഇതെന്താണ് ആ 10,000 രൂപ എന്ന് പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ടാണ് ഇത് പറഞ്ഞത് ഓക്കെ ഇപ്പം എന്താ 750 ആയിരിക്കും നഷ്ടമാണ് ആദർശന് നഷ്ടമാണ് ഇപ്പോൾ 10,000 എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ഇതേ എക്സാമ്പിൾ ഇപ്പോൾ ഈ കൊണ്ടുവന്ന 4,000 രൂപ അതായത് ഗുഡ് വില്ലായിട്ട് കൊണ്ടുവന്ന 4,000 രൂപേൻ്റെ ഈസി പണ്ട് 4,000 രൂപ കിട്ടുകയാണെങ്കിൽ ഈ 4,000 രൂപ തന്നെ എന്താക്കി ആക്കണം 8 ഭാഗമാക്കി മാറ്റണം ഓക്കെ 8 ഭാഗമാക്കി മാറ്റുകയാണെങ്കിൽ ഒരു ഭാഗം എത്ര ഉണ്ട് 500 രൂപയുണ്ട് ഓക്കെ അതിൽ 5 ഭാഗം ആർക്ക് കിട്ടും ആരോമലിന് കിട്ടും അല്ലേ അതിൻ്റെ 5 ഭാഗം അതായത് ഒരു ഭാഗം 500 ആണെങ്കിൽ അതായത് 500 ഇൻറ്റു അതിൻ്റെ എന്താ പറയുക 5 ഭാഗം അല്ലേ 5 ഭാഗം എന്ന് പറയുമ്പോൾ 2,500 ആർക്ക് കിട്ടുമായിരുന്നു ആരോമലിന് കിട്ടുമായിരുന്നു ആദർശന് എത്രയായിരുന്നു കിട്ടുക ആ 500 അതിൻ്റെ 3 ഭാഗം അല്ലേ അപ്പോൾ എത്ര കിട്ടും 1,500 കിട്ടുമായിരുന്നു ഇങ്ങനെയാണ് പണ്ട് കിട്ടുമായിരുന്നത് അതായത് ഒരു 4,000 രൂപ ഇവരെ ഗെയിമിൽ വരികയാണെങ്കിൽ പണ്ട് ഇവർക്ക് ഇങ്ങനെയായിരുന്നു എന്ത് കിട്ടുക അവർക്ക് പ്രോഫിറ്റ് കിട്ടുക പക്ഷെ ഇപ്പോൾ ആര് വന്നു നന്ദനയും കൂടി എക്സ്ട്രാ വന്നു ഇത് പണ്ടത്തെ കണക്ക് ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ പുതിയൊരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ പുതിയൊരു അവസ്ഥ നോക്കുകയാണെങ്കിൽ ആദ്യം നന്ദനക്ക് എന്ത് ചെയ്യണം ആ കിട്ടുന്ന പൈസ 4,000 രൂപേൻ്റെ എന്ത് ചെയ്യണം 5 അതായത് 5 ഒരു ഭാഗം ആദ്യം ആർക്ക് കൊടുക്കണം നന്ദനക്ക് കൊടുക്കണം അല്ലേ നന്ദനക്ക് അപ്പോൾ 4,000 രൂപേൻ്റെ ആദ്യം 5 ഒരു ഭാഗം ആർക്ക് കൊടുക്കണം നന്ദനക്ക് കൊടുക്കണം അതായത് 4,000 രൂപേൻ്റെ
4000 രൂപേൻ്റെ എന്ത് ചെയ്യണം 5-ൽ 1 ഭാഗം നന്ദനക്ക് കൊടുക്കണം. അപ്പം നോക്കുകയാണെങ്കിൽ 4000-ൻ്റെ 5-ൽ 1 ഭാഗം എന്ന് പറയുന്ന സമയത്ത് 800 രൂപ ആദ്യം ആർക്ക് കൊടുക്കണം? നന്ദനക്ക് കൊടുക്കണം. ബാക്കിയുള്ള 3200 അല്ലേ, 3200 ആണ് ഇവരെന്താണ് എന്താക്കി എടുക്കാൻ? ഇവരെന്താണ് റേഷ്യോയെ 5:3, അതായത് 8 ഭാഗമാക്കി 5 ഭാഗം ആരോമലിനും 3 ഭാഗം ആദ്യം കൊടുക്കണം, ആദർശം കൊടുക്കണം. അപ്പോൾ ഇവർക്ക് എന്താവും? ഇതേപോലെ ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ. ഓക്കെ, അപ്പോൾ ഇവിടെ പോലെ തന്നെ ഇവർക്ക് എന്ത് വരും? 2 പേർക്കും എന്താണ് നഷ്ടം വരുന്നില്ല. മുമ്പ് കിട്ടുന്ന അത്ര കാര്യം എന്ത് ചെയ്യുന്നില്ല, ഇപ്പോൾ അവർ കിട്ടുന്നില്ല. ഓക്കെ, ആ നഷ്ടം ഇവർക്ക് 2 പേർക്ക് വരുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ നഷ്ടം ഈ 2 പേർക്ക് വരുന്നതുകൊണ്ട് തന്നെ ആ നന്ദന വരുന്നതുകൊണ്ട് ഈ 2 പേർക്ക് എന്തുണ്ട്? എക്സ്ട്രാ നഷ്ടം വരുന്നുണ്ട്. അപ്പോൾ ആ നഷ്ടം എത്രയാണെന്നുള്ളത് എന്ത് ചെയ്യണം? നോക്കണം. ഓക്കെ, ആ നഷ്ടത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് അല്ലേ. ആ സാക്രിഫൈസിങ് റേഷ്യോ അവർ എത്ര സാക്രിഫൈസ് ചെയ്യുന്നത്, അതായത് മുമ്പ് കിട്ടുന്നതിനേയും കാട്ടിയും എത്ര കുറവാണ് അവർക്ക് ഇപ്പം കിട്ടുന്നത്. ഓക്കെ, ആ റേഷ്യോ നമ്മൾ എന്ത് ചെയ്യണം? നോക്കണം. അപ്പോൾ നിങ്ങൾ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, അതായത് ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, അതായത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കുന്ന കേസിൽ നമുക്ക് എന്ത് ചെയ്യണം? അത് കണ്ടുപിടിക്കുന്ന ക്ലാസ് വേണമെങ്കിൽ എന്ത് ചെയ്യുക? അത് കമൻറ്റ് ചെയ്യുന്ന മെസ്സേജ് അയച്ച് നിങ്ങൾ പറയാം. ഓക്കെ, അതിൽ കൃത്യമായിട്ട് എന്താ അങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ അതിന് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് സാക്രിഫൈസ് റേഷ്യോ പറയുന്ന കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, സിമ്പിൾ എന്നാ ഇവിടുത്തെ കേസിൽ പറയുകയാണെങ്കിൽ, അതായത് ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് എന്തേ പറയുന്നുള്ളൂ, ഓൾഡ് റേഷ്യോ പണ്ട് എത്രയായിരുന്നു റേഷ്യോ, ഇനി പുതിയതായിട്ട് വരുന്ന ആൾക്ക് എത്രയാണ് അവർക്ക് പുതിയതായിട്ട് കൊടുക്കുന്ന റേഷ്യോ, അത് മാത്രമേ പറയുന്നുള്ളൂ എന്നാണെങ്കിൽ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്രിഫൈസിങ് റേഷ്യോ എപ്പോഴും എന്തിന് ഈക്വൽ ആയിരിക്കും? ഓൾഡ് റേഷ്യോന് ഈക്വൽ ആയിരിക്കും. അതായത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ്, അതായത് പുതിയ റേഷ്യോ എങ്ങനെയാണെന്നുള്ളതൊന്നും പറയുന്നില്ല. ഓക്കെ, ജസ്റ്റ് പഴയ റേഷ്യോ പുതിയ വരുന്ന ആൾക്ക് എത്രയേ കൊടുക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ എപ്പോൾ എന്ത് ഈക്വൽ ആയിരിക്കും? അതായത് നമ്മൾ ഓൾഡ് റേഷ്യോ സാക്രിഫൈസ് റേഷ്യോ എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഓക്കെ ഓൾഡ് റേഷ്യോ തന്നെയായിരിക്കും എന്ത്? സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഓൾഡ് റേഷ്യോ തന്നെയായിരിക്കും എന്ത്? സാക്രിഫൈസിങ് റേഷ്യോ. ഓക്കെ, ഇതിൻ്റെ ഒരു റേഷ്യോ ആയിട്ട് ബന്ധപ്പെട്ട്, അതായത് പ്രൊഫഷണൽ റേഷ്യോ ആയിട്ട് ബന്ധപ്പെട്ട് സാക്രിഫൈസ് റേഷ്യോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ട് എന്നാണെങ്കിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കാം. ഓക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആരോമലും ആദർശം ആരോമൽ എന്ത് ചെയ്യുന്നുണ്ട്? മൊത്തം 8-ൽ 5 ഭാഗം ആർക്ക് നഷ്ടപ്പെടുന്നുണ്ട്? ആരോമലക്ക് നഷ്ടപ്പെടുന്നുണ്ടാവും. അതുപോലെ ആദർശന് എന്ത് നഷ്ടപ്പെടുന്നുണ്ടാവും? മൊത്തം 8-ൽ 3 ഭാഗം ആർക്ക് നഷ്ടപ്പെടുന്നുണ്ടാവും? ആദർശനും നഷ്ടപ്പെടുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് നഷ്ടപ്പെടുന്ന പൈസ 4000 രൂപ ആര് കൊണ്ടുവരുന്നുണ്ട്? നന്ദനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം നന്ദനെ കൊണ്ടുവരുന്ന ആ 4000 രൂപ ഇവരെന്ത് ചെയ്യുക? ഈക്വൽ ആയിട്ട് എല്ലാം എടുക്കുക. ഓക്കെ, എങ്ങനെ എടുക്കണം? ആ 4000 രൂപേൻ്റെ എന്താ പറയുക 8-ൽ 5 ഭാഗം ആർക്ക് കൊടുക്കണം? ആരോമൽ. കാരണം ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കാൻ ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു എക്സാമ്പിൾ നമ്മളിപ്പോൾ ചെയ്തൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ആർക്കാണ് കൂടുതൽ നഷ്ടം വരുന്നത്? ആരോമലിനാണ്. ആദർശന് എത്ര കുറവ് നഷ്ടം വരുന്നത്. അപ്പോൾ കൂടുതൽ നഷ്ടം വരുന്നതൊക്കെ എന്ത് കിട്ടണം? കൂടുതൽ ഷെയർ കിട്ടണം. ഓക്കെ, അപ്പം ആ നഷ്ടത്തിനെ റേഷ്യോയിലാക്കുകയാണെങ്കിൽ അത് എന്ത് തന്നെയായിരിക്കും? 5:3 തന്നെയായിരിക്കും. അപ്പോൾ ഈ 4000 രൂപ ഓക്കെ ഈ 4000 രൂപേൻ്റെ 8-ൽ 5 ഭാഗം ആർക്ക് കൊടുക്കണം? ആരോമലിന് കൊടുക്കണം. ഓക്കെ, ബാക്കിയുള്ള 4000 രൂപേൻ്റെ ബാക്കി 8-ൽ 3 ഭാഗം ആർക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ? ആദർശന് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ അല്ലേ. അപ്പോൾ അത് മനസ്സിലായില്ലേ. അപ്പം 4000 രൂപ എങ്ങനെ കൊടുക്കണം? അതിൽ 8 ഭാഗമാക്കി മാറ്റണം അല്ലേ. 4000 രൂപയെ 8 ഭാഗമാക്കി മാറ്റുകയാണെങ്കിൽ ഒരു ഭാഗം എത്ര വരും? 500 രൂപ വരും അല്ലേ. ആ 500 രൂപേൻ്റെ 5 ഭാഗം ആർക്ക് കൊടുക്കണം എന്നാണ് പറഞ്ഞത്? ആരോമലിന് കൊടുക്കണം. അപ്പം അത് × 5, അതായത് 2500 ആർക്ക് കിട്ടണം? ആരോമലിന് കിട്ടണം. ഓക്കെ, ആ 500 × 3 അല്ല 3 ഭാഗം 1500 ആർക്കും കൊടുക്കണം? ആദർശനും കൊടുക്കണം. ഓക്കെ, അപ്പം ഇതാണ്. അപ്പം 4000 രൂപ. അപ്പോൾ ഈ നഷ്ടം വരുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അത് കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ അറിയേണ്ടത് ഇതിൻ്റെ എൻട്രി എങ്ങനെ ഇടും, അതായത് ഇതെങ്ങനെ റെക്കോർഡ് ചെയ്യും, ഇതെങ്ങനെ ജേർണലൈസ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ഇതിനെ ജേർണലൈസ് ചെയ്യണം അല്ല, ഇതിനെ എന്ത് ചെയ്യണം? മൊത്തം റെക്കോർഡ് ചെയ്യണം. എങ്ങനെ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ അടുത്ത പ്രശ്നം വരിക. ഓക്കെ അല്ലേ. ഓക്കെ, അത് നമുക്ക് സിമ്പിളായിട്ട് നോക്കാം. വളരെ സിമ്പിളാണ്, വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. അതായത് നിങ്ങളിപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പ്രശ്നമുള്ള ഏരിയ ആയിരിക്കും ഇത് റെക്കോർഡ് ചെയ്യാമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിത് ശരിക്കും പറഞ്ഞാൽ അക്കൗണ്ട് അനുസരിച്ച് ചിലപ്പോൾ ജേർണൽ എൻട്രി ചെയ്താന്ന് പറയുന്നതൊക്കെ വളരെ സിമ്പിളാണ്. ഓക്കെ, പക്ഷേ അതിനെന്ത് തരണം? നമ്മൾ കൃത്യമായിട്ട് ആ കാര്യം മനസ്സിലാക്കണം. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ ഈ ക്വസ്റ്റ്യൻ പ്രകാരം പറയുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എന്താ? രണ്ട് കാര്യം സംഭവിക്കുന്നത്. അതായത് ആരോമല്ല നന്ദൻ എന്ത് ചെയ്യുന്നുണ്ട്? 2 കാര്യം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കൊണ്ടുവന്ന പൈസയിൽ ആരോമലിന് എത്ര കൊടുക്കണം, ആദർശന് എത്ര കൊടുക്കണം എന്നുള്ളത് മനസ്സിലായി. ഇനി ഇതെങ്ങനെ കാണിക്കുന്നുണ്ട്? അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ 2 കാര്യം, അതായത് നന്ദന 2 കാര്യം ചെയ്യുന്നത്. നന്ദന എന്ത് ചെയ്യുന്നുണ്ട്? 20,000 രൂപ ക്യാപിറ്റലായിട്ടും കൊണ്ടുവരുന്നുണ്ട്. പിന്നെന്താണ്?
ഒരു 4000 രൂപ ഗുഡ് വില്ലിന് വേണ്ടിയിട്ടും കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഈ 20,000 രൂപ മാത്രമാണ് എന്ത് നന്ദനൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നാളെ എന്ത് ചെയ്യണം, നന്ദനക്ക് തിരിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ നന്ദനൻ്റെ ക്യാപിറ്റലായിട്ട് കാണിക്കുന്ന എത്ര മാത്രമേ ഉള്ളൂ, 20. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് കാര്യം സംഭവിക്കുന്നത്, അതായത് നമുക്ക് ഏതൊരു കാര്യത്തിന് രണ്ട് കാര്യം സംഭവിക്കുന്നുണ്ടല്ലോ. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യം, നമുക്ക് എന്ത് നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക്. ഓക്കെ, ക്യാഷോ ബാങ്കായിട്ട് നമുക്ക് എന്ത് വരുന്നുണ്ട്, മൊത്തം എത്ര വരുന്നുണ്ട്, 20,000, മറ്റേ 4,000 കൂട്ടി എന്ത് ചെയ്യുന്നുണ്ട്, 24,000 ഇപ്പം നമുക്ക് എന്ത് വരുന്നുണ്ട്, ബാങ്കിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പം മൊത്തം 24,000 എന്ത് ചെയ്യുന്നുണ്ട്, ബാങ്കിലേക്ക് പൈസ വരുന്നുണ്ട്. പക്ഷേ ആ 24,000 അല്ലേ ബാങ്കിലേക്ക് പൈസ, അപ്പോൾ ക്യാഷ് എന്താണെന്ന് കൂടുന്നുണ്ട്, അസറ്റ് കൂടുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ആ അസറ്റ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് സംഭവിക്കുന്ന മറ്റേ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൽ 20,000 രൂപ എന്താ നന്ദനൻ്റെ ക്യാപിറ്റലാണ്. അപ്പം നന്ദനൻ്റെ എവിടെ കാണിക്കണം, ക്യാപിറ്റലിലേക്ക് കൂട്ടി കാണിക്കണം. നന്ദനൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അത് എന്ത് ചെയ്യണം, കൂട്ടണം. കാരണം അപ്പോൾ നന്ദനൻ്റെ ക്യാപിറ്റൽ കൂടുന്നു അല്ലേ, നന്ദനൻ്റെ ക്യാപിറ്റൽ കൂടുന്നു. അപ്പോൾ ക്യാപിറ്റൽ കൂടുമ്പോൾ അതിന് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ 2 എന്ത് ചെയ്യണം, 2 നന്ദനാസ് ക്യാപിറ്റൽ വരും അല്ലേ. നന്ദനൻ്റെ ക്യാപിറ്റലിലേക്ക് എത്ര കാണിക്കണ്ടേ, 20,000 രൂപ കാണിക്കേണ്ടത്. ഓക്കെ, പക്ഷേ ക്യാഷ് ഇനി എത്രയുണ്ട്, 4,000 രൂപ വന്നിട്ടുണ്ട്. ഓക്കെ, ക്യാഷ് 4,000 രൂപ വന്നിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് വന്ന 4,000 രൂപ എന്താ നമ്മൾ തീരുമാനിച്ചത്, അത് ആർക്കാണ് കൊടുക്കണ്ടേ, അതിൽ 4,000 രൂപയിൽ 2,500 രൂപ ആർക്ക് കൊടുക്കണം, ആരോമലിന് കൊടുക്കാനും 1,500 ആർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു, ആദർശം കൊടുക്കാൻ ശേഷം. അപ്പം ഞാൻ ഇന്നലെ മറ്റേ ബേസ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ഈ 2,500 ക്യാഷ് വന്ന 4,000 രൂപയിൽ 2,500 ആരെ പൈസയാണ്, ആരോമലിൻ്റെ പൈസയും 1,500 പൈസ, ആദർശിൻ്റെ പൈസ. അപ്പോൾ ഞാൻ ഇന്നലെ മറ്റേ ബേസ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു പാർട്ട്ണർ പൈസ കിട്ടുമ്പോൾ അത് എന്ത് ചെയ്യില്ല, എടുത്ത് കൊണ്ടുപോകില്ല. ഓക്കെ, ആ പൈസ ബിസിനസ് തന്നെ വെച്ചിട്ട് വീണ്ടും അതിനെന്താ ബിസിനസ് ഇങ്ങനെ വലുതാക്കാൻ അവർ ആലോചിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യില്ല, ഈ 2,500 കൊണ്ടുപോകില്ല, 1,500 കൊണ്ടുപോകില്ല. ആരോമലിൻ്റെ ആദർശം 2,500 1,500 കൊണ്ടുപോകില്ല. അവർ എടുത്ത് തന്നെ ആ 4 രൂപ ഇവിടെ തന്നെ വെക്കും. പക്ഷെങ്കിൽ ആ പൈസ ബിസിനസ് നാളെ എന്ത് ചെയ്യണം, അവർക്ക് കൊടുക്കണം. അപ്പോൾ അവർ ആ പൈസ ബിസിനസ് തന്നെ വെക്കുന്നത് കൊണ്ട്, പക്ഷെ അത് ആരെ പൈസയാണ്, ഇവരെ പൈസ ആയതുകൊണ്ട് ഇവരെ എന്ത് കൂട്ടണം, ക്യാപിറ്റൽ കൂട്ടണം. ഓക്കെ, അപ്പോൾ നന്ദനെ കൊണ്ടുവന്ന 4,000 രൂപ ആർക്ക് കൊടുക്കണം, നന്ദൻ ആർക്ക് കൊടുക്കേണ്ട പൈസ, ആരോമലിന് ആദർശനും കൊടുക്കേണ്ടത്. പക്ഷെ ആരോമൽ ആദർശം അവർ സ്വയം എടുക്കാതെ അവരെന്ത് ചെയ്യുന്നു, അവരെ ബിസിനസ്സിൽ തന്നെ വെക്കുന്നു. അപ്പോൾ ഇവിടെ സംഭവിച്ചെന്താ, ആരോമലിന് ആദർശിൻ്റെ പൈസ എവിടെ എത്തി, ബിസിനസ്സിലേക്ക് എത്തി. അപ്പോൾ നാളെ ബിസിനസ്സിന് എന്ത് ചെയ്യേണ്ടി വരും, ബിസിനസ് ആ പൈസ ഉപയോഗിക്കുന്നതുകൊണ്ട് ബിസിനസ്സിന് എന്ത് ചെയ്യേണ്ടി വരും, ആ പൈസ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, തിരിച്ചു കൊടുക്കണം. അപ്പോൾ ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ 4,000 രൂപ കിട്ടി. പക്ഷെ ആ 4,000 രൂപയിൽ 2,500 നാളെ ആർക്ക് കൊടുക്കണം, ആരോമലിന് കൊടുക്കണം, 1,500 ആർക്ക് കൊടുക്കണം, ആദർശിന് കൊടുക്കണം. അപ്പോൾ ആ ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ത് കൂടി, അവർ രണ്ടാളും ക്യാപിറ്റലാണ് കൂടിയത്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 എന്ത് വരും, ആരോമലിൻ്റെ ക്യാപിറ്റലിൽ എന്ന് പറഞ്ഞിട്ട് എന്ത് കൂട്ടണം, ആരോമലിൻ്റെ ക്യാപിറ്റലിലേക്കാണ് എന്ത് പോവുക, 2,500 കൂട്ടി കാണിക്കണം. ഓക്കെ, ആദർശിൻ്റെ ക്യാപിറ്റൽ വീണ്ടും കൂടി, എത്ര കൂടി, ആദർശിന് എത്രയും കൂടി കൊടുക്കണം, 1,500 കൂടി. അതാണ് ശരിക്കും ഇവിടെ സംഭവിച്ചത്. അതായത് ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ബിസിനസ്സിന് മൊത്തം 24,000 കിട്ടി. അതിൽ 20,000 നാളെ ആർക്ക് കൊടുക്കണം, നന്ദനക്ക് തന്നെ തിരിച്ചു കൊടുക്കണം. കാരണം നന്ദന ബിസിനസ്സിന് വേണ്ടിയിട്ട് ബിസിനസ് ഇനിയും വളരാൻ വേണ്ടി നന്ദന ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്ന എത്ര, 20,000. പിന്നെ നന്ദന തന്നെയാണ് 4,000 കൊണ്ടുവന്നെങ്കിലും, പക്ഷെ ആ 4,000 ഇപ്പോൾ ആർക്കാണ് കിട്ടിയിട്ടുള്ളത്, ബിസിനസ്സിനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ബിസിനസ്സിനെ എന്ത് ക്യാഷ് കൂടുന്നില്ല, ബാങ്ക് കൂടുന്നുണ്ട്. പക്ഷെ ആ പൈസ ബിസിനസ് നാളെ ആർക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും, ആരോമലിൽ 2,500 കൊടുക്കണം, ആദർശിന് എത്ര കൊടുക്കണം, 1,500 കൊടുക്കണം. അപ്പോൾ ഇതാണ് രണ്ട് പോയിന്റ് ഓഫ് വ്യൂ. ബിസിനസ്സിന് ഒരു സൈഡിൽ ക്യാഷ് എന്ന് പറഞ്ഞ സാധനം കിട്ടുന്നുണ്ടെങ്കിലും മറ്റേ സൈഡിൽ ബിസിനസ് എന്ത് കൂടുന്നുണ്ട്, ഇവരോടൊക്കെയുള്ള എന്ത് കൂടി, ലയബിലിറ്റി. ഇങ്ങനെയാണ് എന്ത് റെക്കോർഡ് ചെയ്യുക, ആ ഫസ്റ്റ് കൊണ്ടുവരുന്ന ആ ഒരു പൈസ റെക്കോർഡ് ചെയ്യുക. എത്ര മാത്രമേ ഉള്ളൂ, സംഭവം സിമ്പിളാണ് അല്ലേ, സംഭവം സിമ്പിളാണ്. ഇങ്ങനെ ആലോചിച്ചാൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്നെ ഇപ്പം ഞാൻ പറഞ്ഞത് എന്താ, ഈ പൈസ ഇവർ ബിസിനസ്സിൽ തന്നെ വെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇങ്ങനെയാണ് സംഭവിക്കുക. എന്നിപ്പോൾ ചില കേസിൽ എന്ത് സംഭവിക്കാം, അപ്പോൾ ചില കേസിൽ എന്താ പറയുക, ക്വസ്റ്റനിൽ തന്നെ പറയാം, അവരെന്ത് ചെയ്തു, ഗുഡ്വില്ലിൻ്റെ പൈസ, ഗുഡ്വില്ലിൻ്റെ ക്യാഷ് എന്ത് ചെയ്തു, വിഡ്രോ ചെയ്തു എന്നുള്ള രീതിയിൽ പറയാം. അതായത് ഇവർ രണ്ടാൾ എന്ത് ചെയ്യുന്നു, വിഡ്രോ ചെയ്യുന്നു. അപ്പോൾ എന്താണ്, ബിസിനസ്സിന് അവരെന്ത് ചെയ്യുന്നു, ആ 4,000 രൂപ ബിസിനസ്സിൽ തന്നെ വെക്കാണ്ട് അവരെന്ത് ചെയ്യുന്നു, തിരിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ സംഭവിക്കുന്നത് എന്താ, കൊണ്ടുവരുന്ന സമയത്ത് അവർ ബിസിനസ്സിൽ തന്നെ വെക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ബിസിനസ്സിൽ തന്നെ വെക്കുന്ന രീതിയിൽ നാളെ ബിസിനസ് തിരിച്ചു കൊടുക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, അത് ഇവിടെ തന്നെ അവരെ ക്യാപിറ്റലിൽ നാളെ തിരിച്ചു കൊടുക്കേണ്ടി വരുന്ന ക്യാപിറ്റൽ കൂട്ടി കാണിച്ചു. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താ, അവരിപ്പം തന്നെ അത് എന്തുകൊണ്ട് പോയി, തിരിച്ചു കൊണ്ടുപോയി. അപ്പോൾ എന്ത് ചെയ്യണം, അവിടെ നോക്കുകയാണെങ്കിൽ ബിസിനസ്സിന് രണ്ട് കാര്യം സംഭവിക്കുന്നു. ബിസിനസ്സിൻ്റെ അടുത്ത് എന്ത് പോകുന്നു, ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ ക്യാഷിൽ നിന്ന് എന്ത് പോകുന്നു, പൈസ പോകുന്നു. അതേപോലെ അവർക്കെന്താ, അവർക്കിനി കൊടുക്കേണ്ടി വരുമെന്ന് വെച്ചിട്ട് ഇത് എന്താക്കി മാറ്റിയിട്ടുണ്ട്, ലയബിലിറ്റി ആക്കി മാറ്റിയിട്ടുണ്ട്. ആ ലയബിലിറ്റി ഇപ്പോൾ എന്താവാണ്, ആ ലയബിലിറ്റിയും കുറയാണ് അല്ലേ. ആ പൈസ ഇനിയിപ്പോൾ ആ 4,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇനി വീണ്ടും കൊടുക്കണ്ടല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം, ആ 4,000 രൂപ ഇനി എടുത്ത് കൊണ്ടുപോയത് ഡ്രോയിങ്സ് പോലെയാണ്. അപ്പോൾ അവരെടുത്ത് കൊണ്ടുപോയത് കൊണ്ട് അവരെന്ത് ചെയ്യണം, അവരെ ക്യാപിറ്റൽ കൊടുക്കണം. ഇനി 4,000 കുറച്ചിട്ട് ബാക്കി എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യണം, അവരെ ക്യാപിറ്റലും നമ്മൾ കുറക്കണം. അതുപോലെ നമ്മൾ എന്തും പോകുന്നുണ്ട്,
ബിസിനസ്സിൻ്റെ പൈസ ബാങ്കിൽ നിന്ന് പൈസയും പോകുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ സമയം ക്യാപിറ്റൽ കൊടുക്കാൻ വേണ്ടി ക്യാപിറ്റലിന് എന്ത് ചെയ്യണം, ക്യാപിറ്റൽ കുറയുമ്പോൾ അതിന് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ബാങ്കിൽ നിന്ന് പറഞ്ഞാൽ അസറ്റ് കുറയുന്ന സമയത്ത് അതിന് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് കൊണ്ടുവരും, ആ ക്യാഷ് കൊണ്ടുവരുന്ന സമയത്ത്, അതായത് നന്ദനെ തരുന്ന സമയത്ത് ആർക്ക് കൊടുക്കേണ്ട പൈസയാണ്, ആരോമല കൊടുക്കേണ്ട, ആദർശിന് കൊടുക്കേണ്ട പൈസയാണ് ഇങ്ങനെ കാണിച്ചു. ഇനിയിപ്പോൾ ആ പൈസ അവർ തിരിച്ചു കൊണ്ടുപോകുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് എന്ത് പോകുന്നു, പൈസ പോകുന്നു. ഇനി അവർക്ക് എന്ത് ചെയ്യേണ്ട, ആ പൈസ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബാധ്യത ലയബിലിറ്റി എന്താവുന്നുണ്ട്, കുറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ആരോമലിൻ്റെ ക്യാപിറ്റലിനെ നമ്മൾ എന്ത് ചെയ്യും, ആരോമലിൻ്റെ ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും അല്ലേ. ആരോമലിന് എത്ര കൊണ്ടുപോകും, 2500 ആരോമൽ കൊണ്ടുപോകും. അതുപോലെ ആദർശ് എത്ര കൊണ്ടുപോകും, ആദർശിൻ്റെ ക്യാപിറ്റൽ ആദർശ് എടുത്തിട്ട് പോക്കാണ് അല്ലേ. എത്ര എടുത്തിട്ട് പോകും, 1500 എടുത്ത്. അപ്പോൾ ആ രണ്ടും നമ്മൾ എന്ത് ക്യാപിറ്റൽ നിന്ന് കുറക്കുന്നു. അപ്പോൾ ഇനി അവർക്ക് എന്താ, ഇത് കുറച്ചുള്ള ബാക്കി എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതി. പിന്നെ കൊടുക്കുന്ന സമയത്ത് അത് കുറച്ചിട്ടല്ലേ കൊടുക്കണം, ഇത് കൊടുക്കണ്ടല്ലോ. അതേപോലെ ഇത് രണ്ടും നമ്മൾ എന്തായിട്ടാണ് പോയത്, പൈസ ആയിട്ട് പോയിട്ടുണ്ടല്ലോ. എത്ര മൊത്തം 4000 രൂപ നമ്മൾ ബിസിനസ് പൈസ ആയിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ എന്താണ്, ഒരു നോർമലി പറയുകയാണെങ്കിൽ എന്തേ സംഭവിക്കും, ഇതാണ് സംഭവിക്കുക. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ എടുത്ത് പറയാണ്, എന്നാൽ അവർ കൊണ്ടുവന്ന ക്യാഷ് അവർ എന്ത് ചെയ്യുന്നുണ്ട്, വിഡ്രോ ചെയ്യുന്നുണ്ട്. അതായത് ഗുഡ്വില്ലിന് വേണ്ടി കൊണ്ടുവന്ന ക്യാഷ് മറ്റേ കിട്ടേണ്ട പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം എന്നുള്ള രീതിയിൽ ഇവിടെ കാണിച്ചു. അവരെടുത്ത് വന്നോണ്ട് എന്ത് ചെയ്യണം, അവരെടുത്ത് കൊണ്ടുവന്നത് എന്ത് ചെയ്യണം, ഇവിടെ കാണിക്കണം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, അവരെ ക്യാപിറ്റൽ നിന്ന് ആ പൈസ കുറക്കും വേണം, നമ്മൾ എന്തും പോയി ബാങ്കിൽ നിന്ന് പൈസയും പോയി. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യണം, കാണിക്കേണ്ടി വരും. ഓക്കെ, ഇതാണ് എന്ത് വരിക, ഈ ക്യാപിറ്റലിൽ വരുന്ന എൻട്രി എന്ന് വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കി നോക്കിയാൽ ഈ അവസാനത്തെ ക്വസ്റ്റ്യൻ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഒറ്റയ്ക്ക് ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ഒന്ന് പോസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കേണ്ടി വരും അല്ലേ. കാരണം എന്താ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ ഇവിടെ എന്താണ്, ഓൾഡ് റേഷ്യോ മാത്രം തരുന്നു, പിന്നെ പുതിയ ആൾക്ക് വരുന്ന റേഷ്യോ എത്രയാണെന്ന് മാത്രം പറഞ്ഞാൽ ഞാൻ എന്ത് പറയുന്നത്, സാക്രിഫൈസ് റേഷ്യോ എന്ത് തന്നെയായിരിക്കും, ഓൾഡ് റേഷ്യോ അല്ലേ. സാക്രിഫൈസിങ് റേഷ്യോ എന്ത് തന്നെയായിരിക്കും, ഓൾഡ് റേഷ്യോ തന്നെയായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്താ, ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്, ന്യൂ റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ എന്തായിരിക്കില്ല, ഓൾഡ് റേഷ്യോ ആയിരിക്കില്ല, അവിടെ വ്യത്യാസം വരാം. അപ്പോൾ ചിലപ്പോൾ കോയിൻസിഡൻസ് ആയാലും ചിലപ്പോൾ ഒരേപോലെ ആവേ. ഓക്കെ, പക്ഷേ എല്ലായ്പ്പോഴും ഈ കേസിൽ എന്താവില്ല, ഒരേപോലെ ആവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പുതിയ സാക്രിഫൈസിങ് റേഷ്യോ അതായത് ഇയാൾക്ക് എത്ര നഷ്ടപ്പെടുന്നു എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ എന്താ ഗുഡ്വില്ലിൻ്റെ വാല്യൂ കാണാം, ഗുഡ്വില്ലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാമെന്ന് പറയുന്നത്, ഗുഡ്വില്ലിൻ്റെ വാല്യൂ എത്രയാണെന്ന് തന്നെ പറയുന്നുണ്ട്, 20,000 ആണെന്ന് പറയുന്നുണ്ട്. ആ 20,000 1/4 ആർക്ക് കൊടുക്കണം, ഇനി സിക്ക് ഇനി കിട്ടും. മൊത്തം 20,000 ഉണ്ട്. ഓക്കെ, മൊത്തം ഗുഡ്വിൽ, അതായത് ഭാവിയിൽ വരാൻ വന്ന പ്രോഫിറ്റ് എത്രയുണ്ട്, 20,000 ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗീഡ് പുതിയ ആൾക്ക് കൊടുക്കുന്ന ഷെയർ എത്ര, 1/4 ആണ്. അപ്പോൾ ഇനി മുതൽ ആൾക്ക് ഭാവിയിൽ വരാൻ വന്ന പ്രോഫിറ്റ് ആയ 20,000 എന്ത് കിട്ടും, 4/1 ഭാഗം അയാൾക്ക് കിട്ടും. അതായത് എത്ര അയാൾക്ക് കിട്ടും, ഇതിൻ്റെ 1/4 അയാൾക്ക് കിട്ടും. അങ്ങനെയാണ് അയാൾക്ക് ഇനി ഭാവിയിൽ വരാമെന്ന് ഈ പ്രോഫിറ്റിന് 5,000 രൂപ അയാൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അയാൾക്ക് 5,000 രൂപ കിട്ടുന്നതുകൊണ്ട് അയാൾ എന്ത് ചെയ്യേണ്ടി വരും, ആ 5,000 രൂപ അല്ലേ, ആ 5,000 രൂപ എന്ത് ചെയ്യേണ്ടി വരും, ഇവർക്ക് രണ്ടാക്കും കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ഇവർക്ക് രണ്ടാക്കും എങ്ങനെ കൊടുക്കുക, ഇവർക്ക് രണ്ടാക്കും, അതായത് ഇവർക്ക് രണ്ടാക്കും എക്കും ബിക്കും എത്രയാണോ നഷ്ടപ്പെടുന്നത്, അതായത് സാക്രിഫൈസ് എത്രയാണോ ചെയ്യേണ്ടി വരുന്നത്, അത് അവരെന്ത് ചെയ്യേണ്ടി കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ടെസ്റ്റ് വെച്ച് എന്ത് ചെയ്യാണ്, ഈ ക്ലാസ് നിർത്താം. ഓക്കെ, ഈ ക്വസ്റ്റൻ എന്ത് ചെയ്യുക, ഇനി ഈ ക്വസ്റ്റിനെ സാധനം ഫെർദറായിട്ട് ചെയ്യണം. അതായത് ഈ ക്വസ്റ്റനിൽ പ്രശ്നമുണ്ട്, ഈ ക്വസ്റ്റൻ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കാതെ ഒക്കെ, അതായത് സാക്രിഫൈസിങ് റേഷ്യോ, അതായത് ഓൾഡ് റേഷ്യോ ന്യൂ റേഷ്യോ ഉണ്ടെങ്കിൽ സാക്രിഫൈസ് റേഷ്യോ ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കാതെ നേരത്തെ ഞാൻ ചെയ്ത രീതിയുണ്ട്, നേരത്തെ മേലെ ഒരു എക്സാമ്പിൾ ഞാൻ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ചെയ്ത ഒരു രീതിയുണ്ട്. ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ എത്ര പൈസ എക്ക് കൊടുക്കേണ്ടി വരും, എത്ര പൈസ ബി, സി എത്ര പൈസ എക്ക് കൊടുക്കേണ്ടി വരും, സി എത്ര പൈസ ബിക്ക് കൊടുക്കേണ്ടി വരും എന്നൊക്കെ ആ ഒരു രീതിയിൽ ചിന്തിച്ച് കണ്ടുപിടിക്കാനൊക്കെ പറ്റും. അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ട്, ഇതിൻ്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ട് എന്നാണെങ്കിൽ എന്ത് ചെയ്യാം, അത് നിങ്ങൾക്ക് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, എന്നാലും മെസ്സേജ് അയച്ചിട്ടോ എന്ത് ചെയ്യുക, നിങ്ങൾ അറിയിക്കുക. അപ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ കാര്യങ്ങളൊക്കെ എന്തായിട്ടുണ്ടാവും, മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്ത് ചെയ്യുക, അത് ചോദിക്കാം. പിന്നെ അതുപോലെ റീവാലുവേഷൻ, റിയലൈസേഷൻ, അതിൻ്റെ ഒക്കെ ഉണ്ട്. ശരിക്കും റീവാലുവേഷൻ, റിയലൈസേഷനൊക്കെ ഏകദേശം സെയിം കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോൻ്റെ കേസ് ഞാൻ പറഞ്ഞു, അത് കണ്ടുപിടിക്കുന്ന രീതികളും സാക്രിഫൈസ് റേഷ്യോ കണ്ടുപിടിക്കുന്ന രീതികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് ചെയ്യുക. പിന്നെ ഈ ഗുഡ്വില്ലിൻ്റെ കേസ് ഞാൻ പറഞ്ഞു, ഡയറക്റ്റ് ചോദിക്കുന്ന ചോദ്യം മറ്റു മെത്തേഡിലാണ് ചോദിക്കുക. ഇങ്ങനെ ചോദിക്കുന്ന രീതിയിൽ ഗുഡ്വില്ലൊക്കെ എന്ത് ചെയ്യും, അതേ ക്വസ്റ്റിനും ഡയറക്റ്റ് ഗുഡ്വില്ല് കാര്യങ്ങളൊക്കെ തരും. ഓക്കെ അല്ലേ. അപ്പം ഇത് ഞാൻ പറഞ്ഞാൽ ആ ചെറിയ സമയങ്ങൾ കൊണ്ട് ഞാൻ വളരെ സ്പീഡായിട്ട് ചുരുക്കിയിട്ടൊക്കെ എന്താ പറയുക, അധികം ഡീറ്റെയിൽ ആവാണ്ടൊക്കെ ഈ ലാസ്റ്റത്തെ ഏരിയാസൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് ഫെർദറായിട്ട് നല്ല രീതിയിൽ വേണമെന്നുണ്ട് എന്നാണ് എന്ത് ചെയ്യുക, ആ ലൈവ് ക്ലാസ്സിൽ എന്തായാലും ഉണ്ടാവും. എല്ലാതും ഇപ്പം വേണമെന്നാണ് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്തിട്ടോ അങ്ങനെ രീതിയിൽ എന്ത് ചെയ്യുക, ചോദിക്കുക. അപ്പോൾ എന്താണ് എല്ലാം മനസ്സിലായിട്ടാണെന്ന് വെച്ചിരിക്കുക, എന്തെങ്കിലും എന്ത് ചെയ്യുക ചോദിക്കുക, എന്തെങ്കിലും ഉണ്ട് പറയാം. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ഓക്കെ ബൈ. ഓക്കെ അല്ലേ.